ജെ.ആർ.സി.എം. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല ഒരു എഡിഫിക്കേഷൻ. സാധാരണ ബിനു സാർ ഇത്ര ഏഹ്, പെട്ടെന്ന് എന്നെ വിളിക്കാറില്ല. ഞാൻ വിചാരിച്ച എന്നെ കൂടെ കുറച്ചുകൂടെ ഒക്കെ പറയുമെന്ന്. പക്ഷേ വാക്ക് പാലിക്കാത്തതെന്ന് പറഞ്ഞാണ് എഡിഫൈ ചെയ്തത്. ഇത് കുറെ ആളുകൾക്ക് എന്താന്ന് സംശയം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ശരിയാണ്. അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വാക്കൊക്കെ പറഞ്ഞാലും കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടത് ആവശ്യമാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇന്ന് ബിനു സാറേ, പതിവിന് വിപരീതമായി നമ്മുടെ സൂം പ്രോഗ്രാമിൽ ഒത്തിരി ആളുകൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നു. ശരിക്കും നമ്മൾ സൂം പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 5 വർഷം 6 വർഷം ആകുന്നുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ കൊറോണ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്ന് വളരെ വിജയകരമായി ആർസിമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ വളർച്ചയ്ക്ക് ഇത് വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് തരുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സൂം ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, സൂം എത്തിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ അധികം പറയാറൊന്നുമില്ല. പക്ഷെ എന്നാലും ആളുകൾ കണ്ട് ശീലിച്ച് തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ 6:30 TCG നടത്തുന്ന ഗുരുകുൽ, ബിനു സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം. ആ പ്രോഗ്രാമിൽ 1000 പേർക്കുള്ള കപ്പാസിറ്റിയാണ്. 5:30 മുതൽ 1 മണിക്കൂർ യോഗയാണ്. അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സെഷൻ തുടങ്ങുന്നത്. ആ സെഷന് എല്ലാ ദിവസവും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രത്യേകിച്ചും പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും. ആ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1000 ഫുള്ളായിരിക്കും. ഇപ്പോൾ ഒരു 3000-4000 പേര് ലൈവായിട്ട് ആ സൂമിൽ കാണുന്നുണ്ടാവും. അതിനുശേഷം വിതിൻ 24 hours ഒരു 10-14,000-15,000 പേരെങ്കിലും ആ സെഷൻ വ്യൂ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എത്ര വലിയ രീതിയിലാണ് ഈ ഈ സംവിധാനം ഇന്ന് നമ്മുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പുതിയതായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ആർസിമിനെ കുറിച്ച് പഠിക്കാനും നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കാനും സൂം പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തണം. കേരളത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ധാരാളം പ്രോഗ്രാം നടക്കുന്നു. മിക്കവാറും എല്ലാ ദിവസവും രാത്രി 8:45, അതുപോലെ വൈകുന്നേരം 7:15. 7:15 പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലേഡീസിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. റൂബി ബിനുസാറിന്റെ വൈഫ് സിസിലി മാഡമാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ ലേഡീസ് മാത്രം ആ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:15. ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ സൂം പ്രോഗ്രാമിന്റെ ലിങ്കും അതിന്റെ സമയവും കൊടുത്ത് അവരോട് ഇതിൽ പങ്കെടുക്കാൻ പറയണം. ഒരുപക്ഷെ നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അതൊരു ശീലമാക്കിയാൽ ആർസിമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ വലിയ അവസരം കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഗുരുകുൽ പ്രോഗ്രാമിൽ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ അവർ വീഡിയോ ഓൺ ചെയ്തിരിക്കണം. അഭിപ്രായം പറയാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയും. ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ അവരുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കണം. വീഡിയോ ഓൺ ചെയ്താൽ മാത്രം പോരാ, അവരുടെ മൊബൈൽ ലാൻഡ്സ്കേപ്പിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തിയ പൊസിഷനിലായിരിക്കരുത്, ഇങ്ങനെ വീതിപ്പാടിനായിരിക്കണം മൊബൈൽ നിൽക്കുന്നത്. എങ്കിൽ മാത്രമേ അവരോട് സംസാരിക്കാൻ അനുവദിക്കൂ. അപ്പോൾ നമ്മൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ വരുമ്പോൾ ആ സ്ക്രീനിൽ ഫുള്ളായിട്ട് വരണമെങ്കിൽ നമ്മൾ മൊബൈൽ ലാൻഡ്സ്കേപ്പിലിരിക്കണം. ഇപ്പോൾ പുതിയ രീതികളൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോൾ വെർട്ടിക്കലായിട്ട് വെച്ചാലും ഓക്കെയാണ്. പക്ഷേ സൂം പ്രോഗ്രാമുകളിൽ യൂട്യൂബിലൊക്കെ അത് സ്ക്രീൻ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫുൾ സ്ക്രീൻ വരാവുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പിൽ വെക്കുന്നതാണതല്ല. അതുപോലെ തന്നെ അതിനൊരു വെർച്വൽ സ്ക്രീൻ വെക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതായത് എൻ്റെ പുറകിലും ബിൻസാറിൻ്റെ ഇതിലൊക്കെ അതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ വെർച്വൽ സ്ക്രീൻ എന്ന് പറയും. ഇതിനകത്ത് തന്നെ സംവിധാനം മിക്കവാറും എല്ലാ മൊബൈലിലും സ്മാർട്ട് ഫോണിലൊക്കെ ആ സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് വെക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്ത് മൊബൈൽ സ്റ്റാറ്റിക്കായിട്ട് വെക്കുകയും ക്യാമറ നമ്മുടെ മുഖത്തിന് നേരെ വരാവുന്ന രീതിയിൽ വെക്കുകയും ചെയ്യുക. വെളിച്ചം മുൻപിൽ നിന്ന് വരാവുന്ന രീതിയിലായിരിക്കണം. വെളിച്ചം പുറകിൽ വരുമ്പോൾ നമ്മുടെ മുഖം ഇരുണ്ടിരിക്കും. വെളിച്ചം സൈഡിൽ നിന്ന് വന്നാലും ശരിയാവില്ല. അപ്പം മുഖം നേരെ എന്താ പറയുക, ക്യാമറയ്ക്ക് മുമ്പിൽ വരാവുന്ന തരത്തിൽ, മുൻഭാഗത്ത് നിന്ന് വെളിച്ചം വരാവുന്ന തരത്തിൽ ക്യാമറ സജ്ജീകരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മൊബൈൽ വെക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മൊബൈൽ താഴെ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ നോക്കാറ്. അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ ക്യാമറ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, നമ്മുടെ മുഖം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് പല ആളുകളുടെയും മേൽക്കൂര കാണാം, പലരുടെയും ഫാൻ കറങ്ങുന്നത് കാണാം, ചിലരുടെ വീടിൻ്റെ പുറകിലെ കർട്ടൻ കാണാം, ചിലര് ഭക്ഷണം കഴിക്കുന്നത് കാണാം. അപ്പോൾ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ, അത് വീഡിയോ ഓഫ് ചെയ്ത് വെക്കുകയാണ്. വല്ലപ്പോഴും ഇത്ര വെള്ളം കുടിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്
ഒരു നല്ല ശീലമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അലങ്കോലപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണാത്ത രീതിയിൽ വേണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സജ്ജീകരിക്കാൻ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കഴിയുന്നതും വീഡിയോ ഓൺ ചെയ്ത് തന്നെ സെഷൻ അറ്റൻഡ് ചെയ്യുക. സെഷൻ നമ്മൾ തരുന്ന സമയത്തിന് മുൻപ് തന്നെ ജോയിൻ ചെയ്യുക. പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും ലീവ് ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പിന്നെ സാറ് ചോദിച്ചാൽ നമുക്ക് തുടങ്ങാമല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയോ? അന്നേരം 160 പേരേ ഉള്ളൂ, ഇപ്പൊ 600 പേരായി. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ പതുക്കെ വരുന്നവരാണ്. എല്ലാ കാര്യങ്ങളും കുറച്ച് അവസാനം ശുഷ്കാന്തിയോടുകൂടി ചെയ്യുന്നവരാണ് അല്ലേ? കറണ്ട് ചാർജ് അടയ്ക്കാൻ ഡേറ്റ് വന്നു, അവസാനം ഫ്യൂസ് വരുന്നതിന്റെ തലേ ദിവസമായിരിക്കും നമ്മൾ പോയി കറണ്ട് ചാർജ് അടയ്ക്കുക. മൊബൈലിന്റെ ആണെങ്കിൽ കോള് കട്ടായതിനു ശേഷമായിരിക്കും നമ്മൾ റീചാർജ് ചെയ്യുക. അതൊക്കെ നമ്മുടെ പൊതുവെയുള്ള ശീലമാണ്. അതിൽ നിന്നൊക്കെ മാറി ഇതിലേക്ക് നമുക്ക് വരാൻ കഴിയണം. ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെ വേണം? TCG പറയാറുണ്ട്. TCG പറയുന്നത് സമയസേ പഹലയാണ്. 10 മണിക്ക് പ്രോഗ്രാം നമ്മൾ പൊതുവെ പറയുന്നത് സമയത്തിന് എത്തണം എന്നാ പറയും. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, സമയത്തിന് മുമ്പേ എത്തണം. അതായിരിക്കണം നമ്മുടെ ഒരു ശീലം. ഓക്കെ, അപ്പൊ ഏതായാലും വളരെ സന്തോഷം. സത്യത്തിൽ എനിക്ക് അറിയത്തില്ലാത്തൊരു കാര്യമുണ്ട്. ഈ എന്താ പറയാ, പാർട്ടിസിപ്പന്റ് ഹാസ് റിക്വസ്റ്റഡ് ടു സ്റ്റാർട്ട് AI കമ്പാനിയൻ. എന്താണ് ഈ AI കമ്പാനിയൻ? അത് സ്റ്റാർട്ട് ചെയ്താൽ എന്താ ഗുണം, എന്താ ദോഷം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുജിത് സാറുണ്ടോ കോട്ടയം? ഈ സൂമിൽ ഇങ്ങനെ കാണിക്കും സ്റ്റാർട്ടഡ് വിത്ത് AI കമ്പാനിയൻ. ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്താൽ പ്രശ്നമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, പിന്നീട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ RCMന്റെ ചരിത്രപരമായ നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷം ആണ് 2025. 2025-26 സാമ്പത്തിക വർഷം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏപ്രിൽ ടു മാർച്ച് കണക്കാക്കുന്നു. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ 25-26 വളരെ സംഭവ ബഹുലമായ ചരിത്രപരമായ നേട്ടം കാഴ്ചവെച്ച വർഷത്തിന്റെ എന്താ പറയുക, ആ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. എന്തുകൊണ്ടാണ് മാർച്ച് മാസത്തിന് ഈ ബിസിനസ് ഇത്ര പ്രാധാന്യം പറയുന്നത്? ഞാൻ ആലോചിച്ചപ്പോൾ പ്രകൃതിയിൽ അല്ലെ പ്രപഞ്ചത്തിൽ ഊർജം തരുന്നത് സൂര്യനാണ്. ആ സൂര്യൻ ഏറ്റവും കൂടുതൽ ഭൂമിയോട് അടുത്ത് വരികയും ഏറ്റവും കൂടുതൽ ഊർജം തരികയും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും പ്രൊഡക്റ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന സജ്ജീകരണം വേണ്ടേ? അത് തന്നെയാണ് മാർച്ച് മാസത്തിൽ ബിസിനസ് കൂടുതൽ വരാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നതാണ്. എന്തായാലും അതിവിടെ കാണാനുണ്ട്. ഈ മാസം സത്യത്തിൽ കഴിഞ്ഞ മാസത്തേക്കാൾ 3 ദിവസം കൂടുതലുണ്ട്. മാർച്ച് മാസം കൂടെയാണ്. തീർച്ചയായിട്ടും വലിയൊരു പ്രോഗ്രസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇന്ന് ഞാനൊരു മാഡത്തിന്റെ സെൽഫ് പർച്ചേസ് വോളിയത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണാനെന്നു. പേര് പറയാമല്ലോ, നിർമ്മൽ ഷൈനി മാഡം. 50,000 PV. അപ്പൊ എൻ്റെ മകൻ ഡോക്ടർ ഹരി പറഞ്ഞു, 50,000 PV-യോ? 50,000 PV ഒരാളുടെ ID. ഇത് എങ്ങനെ ചെയ്യുന്നു അല്ലേ? 50,000 PV-യിൽ അത് കൂടുതൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരുണ്ട്, അത്രയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ തീരെ കുറച്ച് ചെയ്യുന്നവരുണ്ട് അല്ലേ? ഈ PV ചെയ്യുക എന്നുള്ളതല്ല. എന്താണ് അതിന്റെ കാരണം? നമ്മൾ RCMനെ ശരിക്കും മനസ്സിലാക്കി നമ്മൾ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേട്ടം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ പലപ്പോഴും നമുക്ക് വരാത്തത്. RCM രൂപാന്തര യാത്ര 100 ദിവസമാണ് പ്രോഗ്രാം നടത്തിയത്. 2025 സെപ്റ്റംബർ 16 മുതൽ ഡിസംബർ 22 വരെ. 22-ന് ഭിൽവാരയിലാണ് അത് അവസാനിച്ചത്. അവസാനിച്ചപ്പോൾ TCG പറഞ്ഞു രൂപാന്തര യാത്ര അവസാനിക്കല്ലേ ചെയ്തത്. 2026 നമ്മൾ സ്വാസ്ഥ്യക്രാന്തി വർഷമായിട്ട് ആചരിക്കുന്നതിൻ്റെ വിളംബരമാണിന്ന്, തുടക്കമാണ്. അപ്പൊ ഈ വർഷം നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും ആരോഗ്യം, അതുപോലെ എല്ലാവർക്കും വളർച്ച ഉണ്ടാവണം. വളർച്ച എന്ന് പറയുമ്പോൾ ഗ്രോത്ത്, 100-50-25 ഗ്രോത്ത് എന്നാണ് TCG പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രയത്നം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം. RCM അഭിയാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി എന്താ പറയുക, ആത്മാർത്ഥതയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി കുറേയധികം ആളുകൾ തുടർച്ചയായി പ്രവർത്തിക്കുക. അതിനെയാണ് നമ്മൾ അഭിയാൻ എന്ന് പറയുക. അപ്പൊ എല്ലാവർക്കും ഗുണം കിട്ടുന്ന കാര്യം. യെസ്, ഹെൽത്ത് പ്രൊമോഷൻ
ആർസിഎമ്മിന്റെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നേട്ടം കിട്ടുകയാണ്. അത് ആർസിഎംകാരെന്ന് മാത്രമല്ല, അസോസിയേറ്റ് മാത്രമല്ല, ആരൊക്കെ അത് ഉപയോഗിക്കുന്നു അവർക്കൊക്കെ. അതുപോലെ ഹരിത സഞ്ജീവനി ഉപയോഗിക്കപ്പെടുമ്പോൾ, ആർസിഎമ്മിന്റെ ഓവിറ പെയിന്റ് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിലൂടെ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഒത്തിരി ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ആർസിഎം ചെയ്യുന്ന നന്മ സമൂഹം അറിയുകയും നമുക്കൊരു സോഷ്യൽ റെക്കഗ്നിഷൻ കിട്ടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വ്യക്തമായ ലക്ഷ്യമാണ്. അതിലൂടെയാണ് നമ്മൾ ഇന്ത്യ എന്താ പറയുക, നവഭാരത നിർമ്മാണം എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം നേടുന്നത്. അതിനുവേണ്ടിയുള്ള പ്രയാണത്തിലാണ്. അപ്പൊ 25 വർഷം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഒരു ചരിത്രപരമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ഇവിടെ സിയാലിൽ നടന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എത്ര പേരുണ്ട്? ഒന്ന് തംസപ്പ് കൊടുക്കൂ, ഒരു ഹാൻഡ് റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ യെസ് പറയൂ. കാരണം ഇത്രയധികം ആളുകൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളത് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന പുതിയ ആളുകൾ കാണണം. ബിൻസാർ പറഞ്ഞില്ലേ, ഈ പ്രോഗ്രാമിൽ 1000 പേര് ഇൻസ്റ്റന്റ് ആയിട്ട് കയറേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ പ്രോഗ്രാം തീരുമാനിച്ച് അല്പം മുമ്പാണ്. ഇന്ന് എൻ്റെ അറിവിൽ 2 പുതിയ വണ്ടർവേൾഡ് ക്യൂക്കുകളുടെ ഉദ്ഘാടനം. അതിലൊരു ഉദ്ഘാടനത്തിൽ പെരുമണ്ണയിൽ, കോഴിക്കോട് പെരുമണ്ണയിൽ ഞാനും ഭാര്യ അഖിലയും അതുപോലെ മകൻ ഡോക്ടർ ഹരിയും, ഞങ്ങൾ 3 പേരും പങ്കെടുത്തിരുന്നു. അവിടെ വലിയൊരു ചരിത്ര സംഭവമായിരുന്നു. അവരുടെ സംഘാടകർ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയിലധികം ആളുകൾ വന്നിരുന്നു. വലിയ ഒരു ജനസഞ്ചയം തന്നെ ഉണ്ടായിരുന്നു. ആ നാട് ആർസിഎമ്മിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവിന് കാരണമാകുന്ന രീതിയിൽ വലിയ ഒരു 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 പ്രോഗ്രാം ആയിരുന്നു അവിടെ. ഏകദേശം ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എന്താ പറയുക, ആർസിഎം അവയർനെസ് പ്രോഗ്രാമായിട്ട് അത് മാറി. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്ക് ശേഷം അവിടെ നിന്ന് പോരുമ്പോഴും കടയിൽ നല്ല തിരക്കാണ്, നല്ല സെയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഇന്ന് സ്റ്റാറമ്രാൾ ശ്രീജിത്ത് സാറും ടീമും കൂടെ മറ്റൊരു ഷോപ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലയിൽ തന്നെ നടത്തിയായിട്ട് ഞാൻ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ കണ്ടു. അനുദിനം ആർസിഎം ഇങ്ങനെ അലയൊലി അടിച്ചുകൊണ്ട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിസ്സംഗതയൊക്കെ വിട്ട് നമ്മുടെ ഫുൾ എനർജി ആയിട്ട് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ടോ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ മാത്രം കാര്യമായില്ല. ഈ അഭിയാന്റെ ഭാഗമായി നാം ഓരോരുത്തരും നിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇതിന്റെ നേട്ടം പരമാവധി ആളുകളിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ പറ്റുന്നതിന്റെ പരമാവധി ഇൻവോൾവ് ചെയ്യുന്നവരായിരിക്കണം. പറ്റുന്നതിന്റെ പരമാവധി. ഞാൻ പറഞ്ഞില്ല, ഇന്ന് സത്യത്തിൽ ഒരു പ്രോഗ്രാം 8:45 പ്ലാൻ ചെയ്തിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് മാർച്ച് മാസം ക്ലോസ് ചെയ്യാൻ പോവാണ്, ഒരു സെഷൻ ആരും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിക്കൂടാ? കുറച്ച് സമയമായിട്ടുള്ള വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഏതായാലും നോക്കൂ, 700ഓളം ആളുകളായി. 700ഓളം ആളുകൾ ഒരു ഫിസിക്കൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര പണച്ചെലവ്, എത്ര ഇൻവോൾവ്മെന്റ് ടൈം ഒക്കെ വേണം. അതൊന്നുമില്ലാതെ നമുക്ക് ഇത്രയും ആളുകൾക്ക് എല്ലാവർക്കും അവരവരുടെ സൗകര്യത്തിൽ അവരവരുടെ ജോലികൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആർട്സിനെ കുറിച്ച് തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നല്ല കാര്യമല്ലേ. അതുകൊണ്ട് ഈ സമയം പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ഏതായാലും വളരെ സന്തോഷം. ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോം നടത്തിയൊരു പ്രോഗ്രാമിൽ ഞാനൊരു ചെറിയ PPT വെച്ച് സംസാരിക്കേണ്ടായി. അപ്പൊ ചില ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, സാർ ഇത് വളരെ നന്നായിരുന്നു, ഇതുപോലൊരു സെഷൻ നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ കൊടുത്തില്ല? ഇതൊരു 10-20 മിനിറ്റ് സമയം കൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിനൊരല്പം കൂടെ എലാബറേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ആവശ്യകതയോടെ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും 2026 മാർച്ച് ആർസിഎമ്മിന്റെ ചരിത്രത്തിൽ ഒന്ന് ആഴ്ചകളിലായിരിക്കും. പല ആളുകൾക്കും ഹിസ്റ്റോറിക്കൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അഭിയാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നേട്ടം ഉണ്ടാകുന്നതാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പിൻലെവലുകൾക്കും വരുമാനത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ അങ്ങനെ വരിക എന്ന് പറയുന്നത് ഇതിന്റെ സ്വഭാവമാണ്. അതായത് അറിവുള്ള നമ്മുടെ സീനിയർ ലീഡേഴ്സ് പറയാറുണ്ട്, പൈസയ്ക്ക് വേണ്ടി ആവരുത് നമ്മളൊന്ന് ചെയ്യുന്നത്, എന്നാൽ പൈസ തരിക എന്നുള്ളത് ആർസിഎമ്മിന്റെ സ്വഭാവമാണ്. ചോദിക്കുന്നത് എങ്ങനെയാണ്, കൃഷിക്കാർ ആരെങ്കിലും ഉമിക്ക് വേണ്ടി കൃഷി ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉമി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നെല്ല് കൊത്തി അരിയെടുക്കുന്നു. അപ്പോൾ ആ ഉമി നമ്മൾ കളയാണ് പതിവ്. അങ്ങനെ ഉമി പോലെ കണക്കാക്കിയാൽ മതി ആർസിഎമ്മിൽ പൈസ എന്നാണ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നത്? നമ്മൾ ശ്രമിക്കുന്നത് ഉമിക്ക് വേണ്ടിയല്ല,
നമ്മൾ ധാന്യത്തിന് വേണ്ടിയാണ്. അതാണ് ബിൽഡിംഗ് ന്യൂ ഇന്ത്യ. ബിൽഡിംഗ് ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹം, സന്തോഷമുള്ള ഒരു സമൂഹം, കൂട്ടായ്മയുള്ള ഒരു സമൂഹം, എന്താ പറയുക, ഫ്യൂച്ചർ സെക്യൂർ ആയിട്ടുള്ള ഒരു സമൂഹം. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. 25 വർഷത്തെ ആർസിഎമ്മിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിയാൽ ഇത് 100% പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ 1, 2, 3 വർഷത്തിനുള്ളിൽ ആർസിഎമ്മിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ വളരെ ഗഹനമായി ആർസിഎമ്മിനെ വിലയിരുത്താൻ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വളരെ കാലമായി ആർസിഎമ്മിലുള്ളവരും ആർസിഎമ്മിനെ അടുത്തറിയാത്ത പക്ഷം അവർക്കും ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, ഞാനൊരു ചെറിയ PPTയുടെ സഹായത്തോടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഈ വാക്കാണ് ഇന്നത്തെ സെഷന് ഏറ്റവും അനുയോജ്യമായിട്ട് എനിക്ക് തോന്നിയത്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ പരിണാമം എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. അതിന് വേറെ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? അതായത് തിരിച്ചുപോക്കില്ലാത്ത പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ചേഞ്ച്, അതാണ് ഇതിനർത്ഥം. ഇത് തിരിച്ച് അങ്ങോട്ട് പോവില്ല, അതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ടെന്ന് നോക്കുള്ളൂ. പക്ഷെ ഈ സെഷന് ഞാൻ ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം, എൻ്റെ ലൈഫിൽ ബിൻസാർ പറഞ്ഞില്ലേ 60 വയസ്സായാലും സർവീസിൽ തുടരുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയാൻ കാരണം, എന്നെ സംബന്ധിച്ച് എൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി. 8 മക്കളുള്ള ഫാമിലിയിലെ 6ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. അച്ഛൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. മൂത്ത സഹോദരിമാർക്ക് ജോലിയൊക്കെ കിട്ടിയെങ്കിലും അത് കുടുംബത്തിലേക്ക് വലിയ നേട്ടം ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ അഭിമാനം, എനിക്ക് വലിയ സന്തോഷം. അതുപോലെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആർക്കെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടാവും. ഇത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഒത്തിരി ആളുകൾ ഉണ്ടായിട്ടും അവർക്കൊക്കെ ജോലി കിട്ടാത്ത സമയത്ത് എനിക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ് ഓഫ് എയർഫോഴ്സ് ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി പേർക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഫ്യൂച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ, എൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എയർഫോഴ്സിലെ ജോലി അങ്ങേയറ്റം വരെ തുടരുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. മാത്രമല്ല എൻ്റെ ആളുകളുള്ള ഇടപെടലും എൻ്റെ ജോലിയിലുള്ള ഇൻവോൾവ്മെൻറ്റും ഒക്കെ എനിക്ക് തന്നിട്ടുള്ള ഗുഡ്വിൽ, എൻ്റെ സബോർഡിനേറ്റ്സും എൻ്റെ സുപ്പീരിയേഴ്സും എപ്പോഴും എന്നെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എയർഫോഴ്സിലെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ ആർസിഎം എന്ന് പറഞ്ഞ ഈ ഓപ്പർച്യൂണിറ്റി 2005 ഗോകുമാർ സാറിലൂടെ എനിക്ക് കിട്ടുമ്പോൾ സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. എന്താ പറയുക, ഇതിന് ഇത്ര വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. എൻ്റെ ലൈഫിലെ ചേഞ്ച് എന്ന് പറയുന്നത്, ഒന്ന്, സാമ്പത്തികമായി ഞാൻ വളരെ സെക്യൂർഡായി. എയർഫോഴ്സിലോ മറ്റേത് രീതിയിലും ആയിരുന്നെങ്കിൽ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ എനിക്ക് ആർസിഎം തന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആർസിഎമ്മിനെ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് മാത്രമല്ല, റുപ്പേ ചാപ്പിനേക്കാ മെഷീൻ എന്ന് ചില ആളുകൾ പറയാറുണ്ട്, പൈസ അടിക്കുന്ന യന്ത്രം. അത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട, ഇറ്റ് ഗീവ്സ്. രണ്ടാമത്തെ കാര്യം ആരോഗ്യപരമായ നേട്ടങ്ങൾ. മൂന്നാമത്തെ കാര്യം ഇന്ത്യയിലുടനീളം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ ഈ സംവിധാനം എന്നെ സഹായിച്ചു. അത്തരത്തിൽ സാധാരണഗതിയിൽ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എയർഫോഴ്സിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പറ്റം നേട്ടങ്ങൾ ഇന്ന് എനിക്ക് കരഗതമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫ് 180 ഡിഗ്രി 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ആർസിഎമ്മിലെ ഒരു ജേർണി എന്ന് പറയുമ്പോൾ 2005 ഗോകുമാർ സാറിന്റെ നിർബന്ധത്തിന് വിധേയനായി ഒരു പാൻ പീസിന്റെ ഷർട്ട് പീസിന്റെയും കിറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത്. സത്യത്തിൽ എന്താ പറയുക, നിർബന്ധം സഹിക്ക് വയ്യാതെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി മെമ്പർഷിപ്പ് എടുത്താണ്. അതുകൊണ്ട് തന്നെ ആർസിഎമ്മിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയനായി വല്ലപ്പോഴൊക്കെ കുറച്ചൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമായിരുന്നു. സർവീസിലിരിക്കെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് സത്യത്തിൽ എനിക്ക് ആവശ്യമായിരുന്നില്ല. പക്ഷേ അങ്ങനെ വാങ്ങിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു കാലത്തിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു വരുമാനം ഒരു 834 രൂപ. ആ വരുമാനം വന്നപ്പോൾ എൻ്റെ കണ്ണു തുറന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇത്ര ഒരു വരുമാനം ഇത് വന്നെങ്കിൽ ഇത് എങ്ങനെ വരുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അപ്പോഴാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്നും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾ വാങ്ങിക്കുന്നതിൽ നിന്നും ഒരു വിഹിതം കിട്ടാനുള്ള അർഹത നമുക്കുണ്ടാകുന്നു എന്നുള്ളൊരു
വസ്തുത എനിക്ക് ബോധ്യമായത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം തോന്നി. അതിനുള്ള വഴി ആർസിഎമ്മിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ, ആദ്യമായി ഞാൻ പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നേരായ മാർഗത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം തരാൻ ആർസിഎം സഹായിക്കും. എക്സ്ട്രാ ഇൻകം, ചെലവ് കുറയ്ക്കുന്നതും അതുപോലെ നേരായ മാർഗത്തിൽ വരുമാനം വരുന്നതും ഒരു കുടുംബത്തിന്, ഒരു സാധാരണ കുടുംബത്തിന് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യമാണ് എന്നെനിക്ക് അന്ന് ബോധ്യപ്പെടുന്നു. എന്നാൽ അത് ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും എത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഞാൻ കൂടുതൽ ആളുകളായിട്ട് പരിചയപ്പെടുകയും സിസ്റ്റത്തെ കൂടുതൽ അറിയാനിടയാകുകയും ചെയ്തു. അങ്ങനെ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ തീരുമാനം അല്പം മുമ്പ് ബിൻസാർ പറഞ്ഞ പോലെ എയർഫോഴ്സിലെ ജോലി ഒരു കാരണവശാലും വിടുക എന്ന് പറഞ്ഞിരുന്ന ഞാൻ ആർസിഎം മനസ്സിലായതുകൊണ്ട് എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം എൻ്റേത് മാത്രമായിരുന്നു. ഞാൻ ആരോടും ചോദിച്ചിട്ടെടുത്ത തീരുമാനമല്ല. പക്ഷെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു കാരണവശാലും ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം എനിക്കിത് മനസ്സിലായി, എന്നെ സ്നേഹപൂർവ്വം തടസ്സപ്പെടുന്നവരും ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണമെന്ന് പറയുന്നവരും എൻ്റെ അഭ്യുദയാകാംക്ഷകളാണ്. പക്ഷേ അവർ ഇത് മനസ്സിലാക്കാതെയാണ് പറയുന്നതെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് സൗമ്യമായി തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഞാനൊരു ആർസിഎമ്മിലെ ഒരു സക്സസ്ഫുൾ ലീഡർ ആണ് എന്ന് വിലയിരുത്തുമ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ പാത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 2005 ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ പറഞ്ഞു അന്ന് കഷ്ടിച്ച് 10-20 ഉൽപ്പന്നങ്ങളെ നിത്യോപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ. എവിടെയും ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റ് ഇല്ല. എയർഫോഴ്സിൽ ജോലിയുള്ള സമയത്ത് ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ എയർഫോഴ്സിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ചെറിയൊരു റൂമാണ്. പിന്നീട് ഈ വരുമാനം കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പൊരിക്കലോ ഞാനൊരു ഷോപ്പ് കാണാൻ പോയി 34 കിലോമീറ്റർ ദൂരെ ഒരു കാർ ഷെഡിനകത്ത്, കാറില്ലാത്തൊരു കാർ ഷെഡിനകത്ത് 2 റാക്കിൽ വെച്ചിരിക്കുന്ന ഉൽപ്പന്നം, 2000 രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നം വാങ്ങിക്കാൻ പോയ എനിക്ക് കേവലം 750 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കാനേ പറ്റുള്ളൂ. അവിടെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കണ്ട രണ്ടാമത്തെ ഔട്ട്ലെറ്റ്. പക്ഷേ ആർസിഎമ്മിന്റെ സാധ്യത മനസ്സിലാക്കി 2006 ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ അതിനോടകം ആർസിഎം വളരെ സജീവമായി വേര് പിടിച്ചിരുന്നു. 2 ഡിപ്പോ വന്നിരുന്നു. 2006 തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഒരു ഔട്ട്ലെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. 2007 സർവീസിൽ നിന്ന് പോരുന്നത്. സർവീസിൽ നിന്ന് പോകുന്ന അന്ന് മുതൽ വേറെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നോട് പല ആളുകളും പല ഓപ്ഷൻസ് പറഞ്ഞു. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ജോലി ചെയ്തുകൊണ്ട് ആർസിഎം ചെയ്യാൻ പറഞ്ഞു. ഇത് ആർസിഎം ചെയ്യരുതെന്ന് പറഞ്ഞു. പല ഘട്ടത്തിലും പ്രതിസന്ധികൾ വന്ന സമയത്ത് ഇത് ഒഴിവാക്കാൻ എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. 2007 മുതൽ 2014 വരെ ശരിക്കും പറഞ്ഞാൽ ഒരു 7 വർഷം അജ്ഞാതവാസമായിരുന്നു. കാരണം അന്നൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെയുള്ള എൻ്റെ കോണ്ടാക്ട് ഓൾമോസ്റ്റ് കളഞ്ഞു എന്ന് തന്നെ പറയുന്നതാണ് ശരി. പൂർണ്ണമായും ആർസിഎമ്മിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. 2015 മുതൽ ശരിക്കും തിരിച്ചറിയുന്ന ഒരു വളർച്ച. 2015 ഞാൻ എമറാൾഡാകുന്നത്. ആദ്യമായി ആർസിഎമ്മിന്റെ ആനിവേഴ്സറി ഡൽഹിയിൽ പങ്കെടുത്തത് ആ പ്രോഗ്രാമിലാണ്. നാം കാണുന്ന ന്യൂട്രിചാർജിന്റെ ആന്തം റെക്കോർഡ് ചെയ്ത ആ പ്രോഗ്രാം, സാനിയ മിർസ എന്ന പ്രോഗ്രാമിൽ, അന്നത്തെ പ്രോഗ്രാമിൽ ഒരു അതിഥിയായിട്ട് എനിക്കും ആ സ്റ്റേജിൽ കയറാനും ഒരു 3 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടി. സത്യത്തിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ഓഡിയൻസിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. ശരിക്ക് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. അല്പം ഹിന്ദിയും അല്പം ഇംഗ്ലീഷും അല്പം മലയാളവും എല്ലാം കൂടെ ചേർത്ത് ഞാൻ 3 മിനിറ്റ് അവിടെ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിരുന്നു. ആ സ്റ്റേജിൽ ഞാൻ പറഞ്ഞതിലൊരു കാര്യം ഇതാണ്: ഈ വർഷം 7 പുതിയ എമറാൾഡുമാരുണ്ടായതിൽ ഒരാള് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഇത്രയധികം പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്ത്യയിൽ 7 പേരിൽ ഒരാളായിട്ട് വരാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ബിസിനസ്സിൽ ആർസിഎം ബിസിനസ്സിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയെ മറികടക്കും. ഇത് ഒരു എന്താ പറയാ, ഒരു വെല്ലുവിളി പോലെയായി. അടുത്ത വർഷം 2016 കേരളത്തിൽ നേണ്ട 168 അസോസിയേറ്റ്സിനോടൊപ്പം ആനിവേഴ്സറി പങ്കെടുക്കുമ്പോൾ ആ വർഷം സ്റ്റാർ എമറാൾഡ് പ്രസിഡന്റിലേക്ക് ഒരേ ഒരാളെ വന്നിട്ടുള്ളൂ, കേരളത്തിൽ നിന്ന് CRN മൂർത്തി. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒത്തിരി, ഈ 168 പേര്, പല ആളുകളും ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. നമ്മുടെ ഇന്നത്തെ റൂബി ഗിരീഷ് സാർ പറയാറുണ്ട്, അന്ന് ഗാലറിയിൽ ഇരുന്ന് മൂർത്തി സാർ ഏറ്റവും വലിയ ട്രോഫി വാങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ആ ട്രോഫി ഞാനും വാങ്ങും എന്ന് അവിടെ ഇരുന്ന് തീരുമാനിച്ചു എന്ന്.
അത്തരത്തിൽ ഒത്തിരി ആളുകളെ സ്വാധീനിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. 2016 ഞാൻ സ്റ്റാർ എമറാൾഡായി. 2000 തുടർന്ന് അങ്ങോട്ട് എല്ലാ ആനിവേഴ്സറിയും നമ്മൾ പങ്കെടുക്കും. 2018 ഞാൻ റൂബി ആയത്. അപ്പൊ ഇന്ന് പുതിയതായിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതിന്റെ PV ലെവലിനെ കുറിച്ചൊരു ധാരണ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു എമറാൾഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ ഗ്രൂപ്പിൽ 22 ലക്ഷം വോളിയമാണ്. സ്റ്റാർ എമറാൾഡ് എന്ന് പറയുമ്പോൾ 48 ലക്ഷമാണ്, ഇരട്ടിയിൽ കൂടുതൽ. അതുപോലെ തന്നെ റൂബി എന്ന് പറയുമ്പോൾ 1 crore. ഇത് ഒരു സൈഡ് മാത്രം പോരാ, പക്ഷേ ചെറിയ മെൻഷൻ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. 2020 ആയപ്പോൾ സ്റ്റാർ റൂബിയായി, 2021 സഫയറായി. 2 കോടി PV നിന്ന് ഒരു വർഷം കൊണ്ട് 5 കോടി PV എത്തി. സ്റ്റാർ റൂബിൽ നിന്ന് സഫയറിലേക്ക് ഇന്ത്യയിൽ ആർസെമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്. ഇനിയും ഇതൊക്കെ റെക്കോർഡിലൊക്കെ തിരുത്തപ്പെട്ടേക്കാം, പക്ഷെ ഇതൊരു ചരിത്രമാണ്. ഞാൻ പറയുന്നത് ഇത്രയും കാലം കൊണ്ട് ഈ മാറ്റങ്ങളൊക്കെ നടന്നെങ്കിൽ എനിക്ക് മാത്രമല്ല, ഇതെന്റെ മാറ്റമല്ല, ഇതെന്റെ നേട്ടമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശ്രദ്ധയുള്ള ആളുകൾ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ലക്ഷ്യബോധമുള്ള ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളർച്ചയാണ് ഈ കാണുന്നത്. ഇന്ന് RCM വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഔട്ട്ലെറ്റുകളില്ല. 2008 RCMൽ ആട്ടയും ഹെൽത്ത് കാർഡും ഒക്കെ വരുന്നത്. 2011 ന്യൂട്രിചാർജും ഹരിതസഞ്ജീവനിയും വരുന്നത്. 2018 കീസോൾ വരുന്നത്. അതുപോലെ 2019-20 പെയിന്റ് വരുന്നത്. ഇങ്ങനെ ഓരോ സെഗ്മെന്റും അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടുകയാണ്. ശരിക്കും ഇതിനെ എൻകാഷ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വരുമ്പോൾ എന്താ പറയുക, വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. കാലഘട്ടത്തിന്റെ ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? യങ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകം മുഴുവൻ മാൻ പവർ റിസോഴ്സിന് വേണ്ടി ഉറ്റുനോക്കുന്ന ഇന്ത്യയിലേക്കാണ്. കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെയും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരൊക്കെ ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ അതൊരു വലിയ ട്രെൻഡായിരിക്കുകയാണ്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അവർ എവിടെ പോകണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വിദേശത്ത് പോവുകയാണ്. കാരണം വിദേശത്ത് പോയാൽ ഇവിടെ ഒരു ചായ കുടിക്കുന്ന കാശ് അവിടെ കിട്ടുമ്പോൾ അത് ചായ കുടിക്കാതിരുന്നാൽ ഇവിടുത്തെ 10 ചായയുടെ കാശാവും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും അവിടുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. ചില സ്ഥലങ്ങളിൽ പോയി അവിടെ എന്താ പറയാ, സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്ത് അവിടുത്തെ പൗരനായിട്ട് അവിടെ ജീവിക്കുന്നതിനും മടിയൊന്നുമില്ല. അപ്പോൾ യങ് ജനറേഷൻ മുഴുവൻ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട് സത്യത്തിൽ ഒരു വൃദ്ധസദനം പോലെ വൃദ്ധന്മാരുടെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നഗ്നമായ സത്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കുക. നീഡ് ഓഫ് അവർ അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ദി അവർ. ചെറുപ്പക്കാരെന്താ ചെറുപ്പക്കാരല്ല, ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്താ വേണ്ടത്? സ്ട്രെസ് ഫ്രീ ലൈഫ്, അല്ലേ? ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ടെൻഷൻ പാടില്ല, എന്താ പറയുക, ഡിപ്രഷൻ പാടില്ല, സന്തോഷമായിട്ടിരിക്കണം. ഒരു സങ്കടവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കൃത്യമായ വരുമാനം വേണം. അത് ചുമ്മാ ഇരിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം. ഒന്നും ചെയ്യാതെ, അല്ലേ? അങ്ങനെ ആരും പറയുകയല്ല, പക്ഷേ സത്യത്തിൽ അതല്ലേ ആഗ്രഹിക്കുന്നത്. ഒരു ടെൻഷനും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുക, ഇഷ്ടം പോലെ വരുമാനം വരിക. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാവും. പക്ഷെ അതിനുള്ള വല്ല വഴിയുണ്ടോ? വരുമാനം കിട്ടണമെങ്കിൽ പ്രയത്നം ഉണ്ടാകണം. പ്രയത്നം എന്ന് പറഞ്ഞാൽ അറിവും കഴിവും സമയവും കൂടെ സമന്വയിക്കുമ്പോഴാണ് പ്രയത്നം ഉണ്ടാകുന്നത്. ആ കോമ്പിനേഷനിൽ ഏറ്റവും നല്ലത് ഏതാണോ അവിടെ വരുമാനം കൂടുതൽ കിട്ടും. നല്ല അറിവുള്ള ആളുടെ സമയത്തിന് വില കൂടുതലാണ്, അവിടെ കൂടുതൽ വരുമാനം കിട്ടും. ഒരു ബാങ്കിന്റെ പ്രവർത്തനം രാവിലെ 8 മണിക്ക് തുടങ്ങുന്നു, തൂപ്പുകാരൻ വരുന്നു, വൈകുന്നേരം 6 മണിക്ക് അടച്ചിട്ടാണ് പോണത്. അദ്ദേഹമാണ് ആ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കലി ജോലി ചെയ്യുന്ന ആൾ. മാനേജർ വരുന്നത് ലേറ്റായിട്ടായിരിക്കും. അദ്ദേഹം ഇരിക്കുന്ന AC ക്യാബിലാണ്, ശമ്പളം കൂടുതൽ അദ്ദേഹത്തിനാണ്. കാരണം എന്താ? അദ്ദേഹത്തിനാണ് അവിടെ അറിവ് കൂടുതലുള്ളത്. അപ്പം ഈ അറിവും സമയവും കഴിവും കൂടെ സമന്വയിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന പ്രയത്നമല്ല ജോലിയാകുന്നത്. അതില്ലാതെ വരുമാനം കിട്ടുമോ? ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് വേണമെങ്കിൽ ഇൻകം കിട്ടാം. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതല്ലേ, നമുക്ക് ആവശ്യം റെഗുലർ ഇൻകം കിട്ടണം, നല്ല ആരോഗ്യം വേണം എല്ലാവർക്കും. തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതാണ് ആവശ്യം. ആർക്കെങ്കിലും ആരോഗ്യം വേണ്ടെന്നുണ്ടോ, മോശമാണോന്നുണ്ടോ? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. ടൈം ഫ്രീഡം, ഇഷ്ടം പോലെ സമയം വേണം, ലീവ് ആരും ചോദിക്കാതെ കിട്ടണം.
എവിടെ കിട്ടും? ഇന്ന് ഭൂരിപക്ഷം ആളുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും റൈറ്റാണ് ലീവ് എന്ന് പറഞ്ഞാലും കിട്ടില്ല. അത് എന്താ പറയുക, അവകാശം എന്ന് പറഞ്ഞാലും കിട്ടില്ല. പ്രൈവറ്റിലെ കാര്യം ചോദിക്കാൻ വേണ്ട. എവിടെയാണ് ലീവ് കിട്ടുന്നത്? അവനവന്റെ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഞായറാഴ്ച കൂടെ ചെയ്യുന്നു, അവധി ദിവസമില്ല. കാരണം അവരുടെ ആവശ്യവും കസ്റ്റമേഴ്സിന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ടൈം ഇല്ലേ ഇല്ല. ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ടൈം സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഹാപ്പിനെസ് ആണ് വേണ്ടത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്? ഒരു ജീവിതത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതി മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഹെൽത്ത് ഇഷ്യൂസ്, കഴിക്കുന്ന ഭക്ഷണം മോശം, കുടിക്കുന്ന വെള്ളം മോശം, പിന്നെ പഴങ്ങളും പച്ചക്കറികളും വാങ്ങിച്ചാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൂടാതെ എന്താ പറയുക, പുറത്തുനിന്നൊക്കെ ആഹാരം കഴിക്കുന്നതും നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചൊക്കെയുള്ള ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ആരോഗ്യരംഗം ഇന്ന് വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുഖമുണ്ടോ എന്നുള്ള ടെൻഷൻ തന്നെയാണ് എല്ലാവർക്കും. ഇനി വരുമാനത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലെസ് ഓപ്പർച്യൂണിറ്റി. ശരിയല്ലേ? സ്കിൽഡ് സെക്ടറിൽ പോലും, അൺസ്കിൽഡ് സെക്ടറിൽ പോലും ഇന്ന് തൊഴിലില്ല. ജനസംഖ്യ കൂടിക്കൂടി വരികയാണ്. അതിവൈദഗ്ധ്യമുള്ള ആളുകൾക്ക് മാത്രമേ അവസരങ്ങളുള്ളൂ. അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്. ആലോചിച്ച് നോക്കുക. ഒരു പറമ്പിൽ പണിയണമെങ്കിൽ 10-500 പേര് പണിയുന്ന പണിയാണ് ഒരു മെഷീൻ ചെയ്യുന്നത്. 500 പേരുടെ പണി പോയില്ലേ? ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലവസരങ്ങൾ കൂടുതൽ വരികയും എല്ലാവർക്കും വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യവും ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ സത്യത്തിൽ ടെക്നോളജി വളരുന്നത് കൊണ്ടും കാലഘട്ടത്തിന്റെ ആവശ്യം കൊണ്ടും തൊഴിലവസരങ്ങൾ കുറഞ്ഞ് ആളുകൾക്ക് അവസരമില്ലാണ്ടാവുകയാണ്. ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇതിന് എന്താ ഉണ്ടാകുന്നത്? അതിൻ്റെ ആത്യന്തികമായ റിസൾട്ടാണ് സ്ട്രെസ്. നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് പിന്നെ MBA, അതുപോലെ IITകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിടുമിടുക്കന്മാരായ കുട്ടികളെ വലിയ വലിയ കമ്പനികൾ ഒന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തി കൊത്തിക്കൊണ്ട് പോവാണ്. വലിയ എന്താ പറയുക, ഓഫറുകളൊക്കെ കൊടുത്ത്. അങ്ങനെ പോകുന്ന കമ്പനികളിൽ വലിയ വലിയ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാണ് പെട്ടെന്ന് പറയുന്നത്, നാളെ മുതൽ നിങ്ങൾ പോരണ്ട, 2 മാസം ശമ്പളം വാങ്ങിച്ചോളൂ. കാണുന്നില്ലേ? ഇഷ്ടം പോലെ ആളുകളെ വലിയ വലിയ കമ്പനികളിൽ നിന്ന് ഓരോ വർഷം ടെർമിനേറ്റ് ചെയ്യുന്നു. അതും സീനിയർ പൊസിഷനിലെ ആളുകളെയാണ് വിടുന്നത്. എന്തുകൊണ്ടാണ്? ടെക്നോളജി വന്ന്. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു, പല ഗ്രൂപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്ഥാനാർത്ഥി ഇലക്ഷൻ നടക്കല്ലേ, സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി മതിൽ എഴുതുന്നു. അതൊരു കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീനാണ് ചെയ്യുന്നത്. അതിന് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ സ്ഥാനാർത്ഥിയുടെ പടവും കാര്യങ്ങളും ചിഹ്നം എല്ലാം അത് ഭിത്തിയിൽ അടിച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. പണ്ട് എത്ര ദിവസം കൊണ്ടൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന പണിയാണ്. ഇന്ന് അങ്ങനെയുള്ള പരിപാടി ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ കയ്യക്ഷരം മോശമായതിന് തല്ലുകിട്ടിയ ആളുകൾ ഈ കൂടെ ഇഷ്ടം പോലെ ഉണ്ടില്ലേ? ഇപ്പൊ കയ്യക്ഷരം ടീച്ചർക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ എഴുതി കൊടുക്കാൻ കമ്പ്യൂട്ടർ പറയും. ശരിയല്ലേ? അപ്പം അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു. അതിനോട് അനുബന്ധിച്ച് സ്ട്രെസ് കൂടിക്കൂടി വരുന്നു. സ്ട്രെസ് കൂടിക്കൂടി കഴിഞ്ഞാൽ ജോലി കിട്ടിയ പ്രശ്നം. കാരണം എന്താ? ശമ്പളമില്ല, ജോലി കൂടുതലാണ്, ജോലിഭാരം കൂടുതലാണ്. ജോലിഭാരം കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബന്ധം മോശമാകും. അവിടെ സബോർഡിനേറ്റും ബോസും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ എത്രയോ പത്രങ്ങളിൽ കാണുന്നു, പിന്നെ ഫോഴ്സിൽ, പട്ടാളത്തിലും പോലീസിലും ഒക്കെയുള്ള ആളുകൾ മേലുദ്യോഗസ്ഥന്മാരെ വെടിവെച്ചു കൊള്ളുന്നു. എന്തുകൊണ്ടാണ്? ജോലിഭാരം കാരണം സ്ട്രെസ് കൂടുകയാണ്. മറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾ അറിയുന്നില്ല. എല്ലായിടത്തും ഈ പറയുന്ന വഴക്കും പ്രശ്നങ്ങളുണ്ടാകുന്ന സ്ട്രെസ് കാരണം എന്താ? സമാധാനപരമായ ഒരു അന്തരീക്ഷം നമുക്ക് ജീവിതത്തിലില്ല. വരുമാനത്തിന് വേണ്ടി ആൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലി ന്യായമായ ജോലി ചെയ്ത് ന്യായമായ വരുമാനം വാങ്ങിക്കേണ്ട ഒരു അവസരം ഇവിടെ ഇല്ല. 10 പേര് ചെയ്യേണ്ട പണിക്ക് 4 പേരെ വെക്കുന്നു. കോമ്പറ്റീഷൻ. കാരണം എന്താ? പഠിച്ചവരിഷ്ടം പോലെയുണ്ട്, അവസരങ്ങളില്ല. അപ്പോൾ മിടുമിടുക്കന്മാരായ ആൾക്ക് അവസരം കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ മിടുമിടുക്കനാണെങ്കിലും ബോസിനെ പ്രീതിപ്പെടുത്തുന്നില്ലെങ്കിൽ, പ്രീണനം ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അവസരം ഉണ്ടാവില്ല.
ഇനി ഇങ്ങനെയൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാലും പഠിപ്പിനനുസരിച്ചുള്ള അല്ലെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള വേതനമില്ല. ഇത് പല പല സ്ഥലത്തുണ്ട്. ഒരു പക്ഷേ ഒരു പരിധിവരെ ഗവൺമെന്റിലൊക്കെ സാലറി നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വലിയ ചൂഷണമാണ് നടക്കുന്നത്. ശരിയല്ലേ? ഇനി ജോബ് പാരഡോക്സ്. ഒത്തിരി അറിവുള്ള ആളുകൾ, ഒത്തിരി കഴിവുള്ള ആളുകൾ ചെറിയ നിസ്സാര ജോലിയാണ് ചെയ്യാനിട വരുന്നത്. നമ്മൾ കാണാറുണ്ട് 6000 LDCയുടെ വേക്കൻസിക്ക് പ്രൊഫഷണൽസ് തന്നെ ലക്ഷത്തോളം ആളുകൾ അപേക്ഷ കൊടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്കുക. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ എഴുതി പാസ്സായി ട്രെയിനിങ്ങിന് പോകുന്നു. കാരണം എന്താ? അവരുടെ പഠിപ്പിനനുസരിച്ചുള്ളത് കിട്ടുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിനോടൊക്കെ കഷ്ടമാണ് ഈ പറയുന്ന ലെസ് ഫാമിലി ടൈം. അച്ഛനോടും അമ്മയോടും മക്കളോടും ഭാര്യയോടും ഒക്കെ ഒപ്പം കുടുംബങ്ങൾ ഒന്നിച്ച് നല്ല സമയം എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് കുറഞ്ഞു വരികയാണ്. തീരെയില്ല. അത് പ്രൈവറ്റ് ജോലി ആവട്ടെ, ഗവൺമെന്റ് ജോലി ആവട്ടെ, ഏതാണെങ്കിലും അത് അറിയണമെങ്കിൽ നമ്മളൊന്ന് കണ്ണു തുറന്ന് കാണണം. നമ്മുടെ കുറച്ച് സിറ്റികളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ രാവിലെയും വൈകുന്നേരങ്ങളിൽ ആളുകൾ ജോലിക്ക് പോകുന്നത് തിരിച്ചു വരുന്നതിനുള്ള സമയമൊക്കെ നോക്കണം. പാതിരാത്രിക്ക് പോലും ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്നു. അവർ ഇനി വീണ്ടും അതിരാവിലെ എഴുന്നേറ്റ് പോകണം. കാരണം അവരെ സംബന്ധിച്ച് ഈ ജോലി ചെയ്യുന്ന ചക്രം മാത്രമേ തിരിയുന്നുള്ളൂ, വേറൊന്നുമില്ല. ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളും കൂടെയാണ് ഞാൻ. ഇതൊരു റിയാലിറ്റി അല്ലേ? ഹലോ, ഇതെന്താണ്? നമ്മൾ എവിടെയാണ്? മറന്നുപോയോ? ആർസിമിലാണേ. ഞാൻ പറയുന്നത് ശരിയാണോ? ഇതൊരു ഫാക്റ്റാണോ മത്തായി സാറേ? അല്ലേ? ഈ വസ്തുതയ്ക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ സമയമുണ്ടോ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പോലും ഒരു സാധാരണക്കാരൻ ചിന്തിക്കാൻ അവസരമില്ല, സമയമില്ല. അപ്പോഴാണ് ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുന്നത്. നമ്മൾ 762 പേരുണ്ട്. 762 പേരല്ല, നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ കേരളത്തിൽ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളുണ്ട്. ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത്. എവരിബഡി മറ്റ് നോ. പക്ഷേ ഇതെന്തിനാണ് ഓർക്കാൻ പറയുന്നത്? 146 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ കഷ്ടിച്ച് 4 കോടി ആളുകൾ മാത്രം അറിഞ്ഞിരിക്കുന്ന ഈ ഒരു നന്മ, അതിന്റെ പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിലൊരു കുറെ ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് വെറും ഉപഭോക്താക്കളാണ്. കുറെ ഹെൽത്ത് കാർഡും ഗോതമ്പൊടിയും അല്ലെങ്കിൽ എന്താ പറയാ സോപ്പും ഒക്കെ വാങ്ങിച്ച് വെറും ഉപഭോക്താക്കളായിട്ടിരിക്കുന്ന ആളുകളാണ്. അതിൽ നിന്നും ഇതിന്റെ നേട്ടം ആസ്വദിക്കാൻ അവസരം കിട്ടിയാൽ നേട്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയ ചുരുക്കം ചില ആളുകളിൽ 0.01% ആളുകൾപ്പെട്ടവരാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾ 772 പേര്. നിങ്ങൾക്ക് അഭിമാനിക്കാം. പാറ്റ് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കൂ. വെൽ ഡൺ, യു ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി. ഇനി തീരുമാനമെടുക്കേണ്ടത് ആരാണ്? നാം ഓരോരുത്തരുമാണ്, നമ്മളല്ല. തീരുമാനം അവനവൻ്റെതായിരിക്കണം, പ്രവർത്തനം നമ്മളായിരിക്കും. അതാ പറഞ്ഞത്. ഇന്ന് 2 ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പെരുമണ്ണയിലെ ഷോപ്പിന്റെ പ്രവർത്തനം 9 ചെറുപ്പക്കാര് ഒരു കൂട്ടായ്മ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അവര് ആർസിഎം വലിയ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ ആർസിഎമ്മിന്റെ സാധ്യത ഉൾക്കൊണ്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലത്താണ് നമ്മളിരിക്കുന്നത്. ഇന്നും ഈ വസ്തുതകൾ മനസ്സിലാക്കാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെ ആർസിഎമ്മിൽ ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫാക്ട്. ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ആർസിഎമ്മിന്റെ ലക്ഷ്യം ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ. സോ ആദ്യം നമ്മൾ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ ഓരോ വീടുകളിലും എത്തിക്കുക, ഉപയോഗിക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നവരുടെ എല്ലാം സാർത്ഥകമാകും. നോക്കൂ, ഹെൽത്ത് ഇഷ്യൂസ്, ഇത്രയും ബ്രാൻഡുകൾ ഇതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ്. ത്രികാര, നിങ്ങൾ നോക്കുക, അനലൈസ് യുവർസെൽഫ്. നിങ്ങളുടെ വീട്ടിൽ ത്രികാര ബ്രാൻഡിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഗാമ കുറച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത്. വളരെ സന്തോഷം സാറേ, എവിടെ പ്രോഗ്രാമിൽ ചോദിച്ചാലും ഗാമ വെർഷനോട് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഒരു 60, 70, 80% ഉണ്ട്. എല്ലാവർക്കും അറിയാം. ഒത്തിരി പേര് ഇത് ഉപയോഗിക്കുന്നു. ഉപയോഗിച്ച ആളുകൾക്ക് കിട്ടിയ റിസൾട്ടും പിന്നെ ഉപയോഗിക്കുന്ന ആൾ പറയുന്നത് കേൾക്കുമ്പോൾ ശരി ആയിക്കോട്ടെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് തന്നെയാണ് ആർസിഎം ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിലെ ഓരോ വീടുകളിലും ഗാമ വെർഷൻ ഓഫ് നീഡ് ഓഫ് എവരി ഇന്ത്യൻ,
എല്ലാവരും ഉപയോഗിക്കണം. ഒരു സപ്ലിമെന്റ് ഉപയോഗിക്കാൻ 18 വയസ്സ് വേണമെന്നൊരു മാനദണ്ഡം പറയുന്നതുകൊണ്ടാണ് അതല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാം. കാരണം ലോകത്താകമാനം 10-17 അസുഖങ്ങൾക്ക് ഇത് മരുന്നായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ദൈവസഹായം കൊണ്ടൊക്കെ ഇന്ത്യയിൽ ഇത് ഒരു ന്യൂട്രാസോട്ടിക്കലായി കിട്ടുന്നു. മാത്രമല്ല ആർസിമും AP ഓർഗാനിസും കൈയോർക്കുമ്പോൾ ഇത് വളരെ ത്രോയവേ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത്. അബ്ഗർ ഷംസുദ്ദീൻ സാർ പറഞ്ഞു, സംവേർസം 10-20 വർഷം മുമ്പ് ഗൾഫിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക സ്പോൺസറായിട്ടുള്ള അറബി ഇങ്ങനെ ഗാമോർസോൾ ക്യാപ്സൂൾ ഉപയോഗിച്ചിരുന്നു. എത്രയോ റിയാൽ കൊടുത്തിട്ടാണ് അദ്ദേഹം വാങ്ങി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, ഈ മരുന്നൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ എന്താ അസുഖം ഉള്ളതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അസുഖം ഉണ്ടായിട്ടല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനമാണ്. അന്നേ ഇതറിയാം. അപ്പോൾ ഇതാണ് ആ സാധനം എന്ന് പറഞ്ഞപ്പോൾ അക്ബർ സാർ പറയാണ്, ഞാൻ ഓരോന്നാ കഴിച്ചുകൊണ്ടിരുന്നത്, ഇനി ഞാൻ കഴിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടിയെന്ന്. അന്ന് കേട്ട അന്ന് മുതൽ ഞാനും 4 എണ്ണം വീതമാക്കി. കാരണം നിസ്സാര വിലയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. വി ആർ വെരി ലക്കി. നമ്മളെല്ലാവരും മഹാഭാഗ്യശാലികളാണ്. ന്യൂട്രിചാർജ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുതൽ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേഗം ശമനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള സപ്ലിമെന്റ്സ് ന്യൂട്രിചാർജ്. അതിൻ്റെ കോമ്പിനേഷനും അതിൻ്റെ പ്രൈസിങ്ങും തുലനം ചെയ്യാൻ പറ്റാത്തതാണ്. ഈ തരത്തിലൊരു പ്രൊഡക്റ്റ് ലോകത്താർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ കഴിയും. അതുപോലെ ഗുഡ് ഡോട്ട് നമ്മുടെ മാത്രം, ഹരിത സഞ്ജീവനി നമ്മുടെ മാത്രം. ആലോചിക്കുക, ഇന്ത്യക്ക് വരുമാനം നേടിത്തരുന്ന സെഗ്മെന്റാണ് അഗ്രികൾച്ചർ. ആ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള വസ്തു നമുക്കറിയാം. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ കൃഷിക്കാരും ഹരിത സഞ്ജീവനി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാക്കിയെടുക്കുന്ന നമ്മളാണ്. ഹരിസഞ്ജീവനി ഗാർഡൻ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഹരിസഞ്ജീവനി ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങൾ മുഖാന്തരം ആർക്കെങ്കിലും കൊടുത്ത് അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. എന്തിനു വേണ്ടിയെന്നറിയോ? നമ്മുടെ കൂടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന പല ആൾക്ക് ഹരിതസഞ്ജീവനി ഒരു ബ്രാൻഡ് പോലും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം. എല്ലാം കൂടെ ഒരു ദിവസം പറയാൻ പറ്റുമോ? പറ്റില്ല. ബട്ട് നമ്മൾ സമയം കണ്ടെത്തി അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആർസിമിന്റെ ഓരോ സെക്കൻഡിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയും അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും ചെയ്യണം. ഇന്ത്യയിലെ ഓരോ വീടുകളിലും ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം പറയുമ്പോൾ 100% ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം വരും. അതുവരെ കാണാനുള്ള ആയുസ് നമുക്ക് ദൈവം തരണം. അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ആർസിമിൽ ഉണ്ടാവുക. പണ്ട് നമ്മൾ ആർസിമിൽ വരുമ്പോൾ നമ്മുടെ ലീഡേഴ്സ് പറയും, എന്ത് സംഭവിച്ചാലും നെവർ ക്വിറ്റ്, നെവർ ക്വിറ്റ്, നെവർ ക്വിറ്റ്. ഇഫ് യു വാണ്ട് ക്വിറ്റ്, നിങ്ങൾക്ക് ആർസിം വിട്ടുപോകണമെന്ന് എപ്പോഴും തോന്നിയാൽ കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈ. നിങ്ങളുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈനായിട്ട് കൗൺസിൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആർസിം വിട്ടുപോകാവുള്ളൂ, അവസാനിപ്പിക്കാവുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾക്ക് വിട്ടുപോകാൻ തോന്നുന്ന കാരണം പറയില്ലേ മലയാളത്തിൽ, ഉള്ളി തൊലി പൊളിച്ചുള്ള കാര്യമായിരിക്കും. അതിനേക്കാൾ എത്രയോ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് അതിജീവിച്ചത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അപ്പലൻ ഈ പൊസിഷനിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വക സെഗ്മെന്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ബൈ പ്രൊമോട്ടിംഗ് ഹെൽത്ത് വി ക്യാൻ ബിൽഡ് എ വെൽത്തി ഇന്ത്യ. ഇത്രേ ഉള്ളൂ. ആർസിമിന്റെ ഈ ഉൽപ്പന്നങ്ങൾ, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ മേന്മ പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് അതിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത് അവരെ ഉപയോഗിപ്പിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി വെൽത്തി ഇന്ത്യ ഡെവലപ്പ് ആവും. സംശയം ഉണ്ടാവും. നമ്മുടെ ടേൺ ഓവർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ടീമിൽ എന്താ പറയുക വരുമാനം പങ്കുവെക്കുന്നതിൻ്റെ അളവ് കൂടിക്കൂടി വരും. ശരിയല്ലേ? എത്ര വേഗമാണ് ആർസിം വളരുന്നത്. ഇറ്റ് ഇസ് റിയലി വണ്ടർഫുൾ. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു 2005 ഞാൻ തുടങ്ങിയത്. അന്ന് എങ്ങനെയായിരുന്നു ആർസിം? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തുണിത്തരങ്ങളും നിത്യോപത്തിനുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെൽത്ത് കാർഡില്ല, ആട്ടയില്ല, ഹരിസഞ്ജീവനി ഇല്ല, ന്യൂട്രിചാർജ് ഇല്ല, കെയ്സോൾ ഇല്ല, പെയിന്റ് ഇല്ല. ഇതൊന്നും പറഞ്ഞു തരാൻ അറിയാവുന്ന ആളുകളില്ല. വരുമാനം കിട്ടുന്ന ആളുകളെ കാണിച്ചു കൊടുക്കാനില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി, അത് മാത്രമല്ല ഡിഫൻസ് ജോലിക്കുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ? യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ 50% കൺസെഷനാണ്. ഞാനും ബിൻ സാറും അതുപോലെ ഡോക്ടർ ആയൻ സാറ്, നമ്മുടെ ബാബു സാറ്, ഗിരീഷ് സാറൊക്കെ ഇത് എൻജോയ് ചെയ്തിട്ടുള്ളവരാണ്. ഒരു സാധാരണ പോലെ നിന്ന് വ്യത്യസ്തനായിട്ട് ഡിഫൻസുകാർക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്. ക്യാൻറ്റീൻ സൗകര്യം 10-15% കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ മറ്റുള്ളവർ വാങ്ങുന്ന അതേ ഉൽപ്പന്നങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കാനുള്ള സൗകര്യം ഡിഫൻസുകാരായതുകൊണ്ട് കിട്ടുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ പ്രീ മെഡിക്കൽ അറ്റൻഷൻ അന്നും ഇന്നും അതിനുള്ള സൗകര്യമുണ്ട്.
ഇതൊക്കെ ഉണ്ടായിട്ടും അത് വിട്ട് ഞാൻ ആർസിമിലേക്ക് വരുമ്പോൾ ആർസിമിൽ എന്തായിരുന്നു, കാണിച്ചു കൊടുക്കാൻ ഒന്നുമില്ല, ഒരു പുക പോലെയാണ്. പക്ഷെ നാളെ എന്താകുമെന്ന് തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലയൻസ് അവരുടെ ഒരു നിര തന്നെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വളരാനും ഒരു എന്താ പറയുക സുശക്തമായ ഒരു ടീം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ആളുകൾ 5, 8, 10 വർഷമായിട്ട് ആർസിമിലുള്ള ആളുകളുണ്ടാവും. ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു. ആർസിമിൽ വന്നിട്ട് 10 വർഷമായി, പക്ഷേ തുടങ്ങിയത് ഇപ്പോഴാണ്, 1 വർഷമായിട്ടുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. 10-12 വർഷം മുമ്പ് എന്നോടൊപ്പം ആർസിമിലുണ്ടായിരുന്ന, ഒന്നിച്ച് എന്താ പറയുക മല്ലടിച്ചിട്ടുള്ള ആൾ ഇപ്പോൾ വീണ്ടും തിരിച്ച് ആർസിമിൽ വന്നിരിക്കുന്നു. അവരുടെ ഊർജം, അവരുടെ താല്പര്യം, അവരുടെ പ്രയത്നം കാണുമ്പോൾ എനിക്ക് എന്താ പറയുക അത്ഭുതം തോന്നുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ഇത്രയ്ക്കും ഉറച്ച് ആർസിമിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ ആർസിം വിട്ടുപോയി. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ സമയത്ത് ഓരോരുത്തർ എടുക്കുന്ന തീരുമാനങ്ങളാണ്. 2006 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അന്നല്ലായിരുന്നു കാരണം ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും എയർഫോഴ്സിൽ തന്നെ തുടരുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി എന്താണ്? ആർസിമിന്റെ എത്ര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓരോ സെഗ്മെന്റും പറഞ്ഞു തരാൻ നമുക്ക് ട്രെയിനേഴ്സ്, ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, ഫിസിക്കൽ എങ്കിൽ ഫിസിക്കൽ, ലീഡേഴ്സ് പ്രതിജ്ഞാബദ്ധരാണ്. എന്താ പറയുക, എവിടെ വേണമെങ്കിലും. ഇന്നലെ ഞാൻ നമ്മുടെ സ്റ്റാർ പാറ്റൻ ബിനേഷ് സാറായിട്ട് സംസാരിക്കുമ്പോൾ, ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ ആർസിമിൽ ജോയിൻ ചെയ്തു. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സുരേന്ദ്ര സാർ, എമറാൾ സുരേന്ദ്ര സാറും ഇവരൊക്കെ കൂടെ കൽക്കട്ട വരെ പോയിരുന്നു, വെസ്റ്റ് ബംഗാളിൽ പോയിരുന്നു. ആലോചിക്ക്, ഒരാളെ കാണാൻ വേണ്ടിയാണ്. കാരണം ഒരാളെ കാണുകയല്ല, അവരിലൂടെ ഭാവിയിൽ എൻ്റെ ടീമിൽ ഒരു ഡയമണ്ടിനെയാണ് അവർ കാണുന്നത്. അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് ലിമിറ്റ്ലെസ് ആയിട്ട് നമുക്ക് പ്രയത്നിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാക്കി മാറ്റും. എല്ലായിടത്തും നമുക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പറയാറില്ലേ, ഒരു കല്ല് ഒരു കൂടം കൊണ്ട് തല്ലി പൊട്ടിക്കുകയാണ്. ആ കല്ല് കുറേ പ്രാവശ്യം ആ കൂടം കൊണ്ട് തല്ലും. അങ്ങനെ തല്ലി തല്ലി അവസാനം ഒരു തല്ലിൽ ആ കല്ല് പൊട്ടും. അപ്പോൾ ആ ഒരു അവസാനത്തെ അടി കൊണ്ടാണോ പൊട്ടിയത്? അല്ല, അവസാനത്തെ ഒരു അടി മാത്രമേ നമുക്ക് പൊട്ടുന്നതിന് മുമ്പ് കാണാനുള്ളൂ. അതിനു മുമ്പുള്ള അടിച്ച അടികളൊന്നും കാണാനില്ല. അതുപോലെയാണ് നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പുതിയ ആളുകളെ കാണുന്നു, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ്? കേരളത്തിൽ രാവിലെ ഒരു 5 മണി മുതൽ ആർസിഎമ്മിന്റെ പ്രോഗ്രാം തുടങ്ങും. സൂം പ്രോഗ്രാമായിട്ടും ഗൂഗിൾ മീറ്റ് ആയിട്ടും എത്ര ടീമാണ്? ഒരു 10-25 ടീമെങ്കിലും റെഗുലറായിട്ട് നടക്കും. അതിൽ പുതിയ പുതിയ ആളുകൾ വരുന്നു. അതിലൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ അറിവും അവർ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കുന്നു, അവരതിനെ ഉൾക്കൊള്ളുന്നത് കാണുമ്പോൾ, പണ്ട് പ്രിയങ്ക മാഡം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്, അതായത് വരും കാലങ്ങളിൽ കേരളത്തിലെ ആർസിഎം ഒരു വശത്തും റെസ്റ്റ് ഓഫ് ഇന്ത്യ മറുവശത്തുമായിട്ടുള്ള ഒരു ആരോഗ്യപരമായ മത്സരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പ്രിയങ്ക മാഡം പറഞ്ഞത്. ആൻഡ് വി ആർ ഹെഡിങ് ടു ദാറ്റ്. ഇന്ന് ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ്. ഇന്നത്തെ ആവശ്യം, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇത് വിലയിരുത്താൻ പറ്റുന്നവരാണ്. എന്നാൽ അതിനുള്ള പരിഹാരം, എല്ലാ പരിഹാരവും ഈ 3 അക്ഷരത്തിലുണ്ട്. RCM. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സ്ഥിതി? എത്ര ബ്രാൻഡാണ് പ്രൊഡക്റ്റ് നോക്കി അല്ലേ? ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്, ഒരു ഫാമിലിക്ക് വേണ്ട സർവ്വ സാധനവും പച്ചക്കറി ഒഴിച്ച് ബാക്കി എല്ലാം ആർസിഎമ്മിലുണ്ട്. നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. ഒരു പേപ്പറും പേന എടുത്ത് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് എഴുതി വെക്കുക, ഒരു ഹോംവർക്ക് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആർസിഎമ്മിൽ ഉണ്ടായിട്ടും ആർസിഎമ്മിൻ്റെതല്ലാതെ ഉപയോഗിക്കുന്ന എത്ര പ്രൊഡക്റ്റ്? ഈ കാര്യത്തിൽ ഞാനൊരല്പം കർശന സ്വഭാവക്കാരനാണ്. ആർസിഎമ്മിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സമാന ഉപയോഗം സാധ്യമാക്കുന്ന ഒരു പ്രൊഡക്റ്റ് യാതൊരു കാരണവശാലും ഉപയോഗിക്കില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന ആളാണ് ഞാൻ. ഇത് 2008 ഒരു പ്രോഗ്രാമിൽ, കോഴിക്കോട് ഡയമണ്ട് സുരേന്ദ്രൻ സാറിന്റെ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായി. ആ പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോഴാണ്
ആർ എസ് എമ്മിൽ ഡ്രസ്സ് ഉണ്ടായിട്ടും ആർ എസ് എമ്മിൻ്റെതല്ലാത്ത ഡ്രസ്സ് ധരിച്ച് ഒരു മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിലെ അനൗചിത്യം എനിക്ക് ബോധ്യപ്പെട്ടത്. അതിനുശേഷം അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്, ആർ എസ് എമ്മിൻ്റെതല്ലാത്ത ഡ്രസ്സ് ഞാൻ ധരിക്കില്ല. ആദ്യമൊന്നും ഷർട്ടൊന്നും അങ്ങനെ കിട്ടാനില്ല. ഷർട്ടും പാൻറ്റും ഒക്കെ തയ്പ്പിക്കും, അതല്ലെങ്കിൽ റെഡിമെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വാങ്ങിച്ചു വയ്ക്കും. ഇന്നിപ്പോൾ നോക്കൂ, എത്രയാണ് നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ ഔട്ട്ലെറ്റുകൾ. ഞാൻ പറയുന്നത്, നോൺ എഫ്എംസിജി ധാരാളമായി കിട്ടുന്ന ഷോപ്പുകളിലേക്ക് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിങ്ങളുടെ ടീമിനെ കൊണ്ട് വിസിറ്റ് ചെയ്യണം. ഡോക്ടർ രാജൻ സാറിൻ്റെ ടീം ആലപ്പുഴയിൽ ഒരു ബോട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബഥാനിയ വണ്ടർവേൾഡ് മാഡത്തിനെ വിളിച്ച് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് അത് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് 1 മണിക്കൂർ സമയം തരണമെന്ന് പറഞ്ഞ് അവിടെ എത്തി. ആ ഒരു ടീം അവിടെ വന്ന് അന്ന് വാങ്ങിച്ചതാണ്ട് 1.25 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അമ്പിളി മാഡം സുലഭ വണ്ടർവേൾഡിൽ അവരുടെ ഒരു ടീമായിട്ട് ഒരു 25 പേരുമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ആർ എസ് എമ്മിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടെന്ന് നമ്മുടെ ടീമിലുള്ള ആളുകൾ അറിയണമെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോക്കുള്ള ഷോപ്പുകൾ നമ്മൾ വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ എറണാകുളത്ത് 3 തൊട്ടടുത്ത് തന്നെയായിട്ട് 3 വണ്ടർവേൾഡുകളുണ്ട്. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ വണ്ടർവേൾഡ് സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോടാണ്, നമ്മുടെ സുരേഷ് സാറിൻ്റെ യൂണിവേഴ്സൽ വണ്ടർവേൾഡ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് സുജിത് സാറിൻ്റെ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റുകളായിട്ട് എല്ലാ നോൺ എഫ്എംജി ഉൽപ്പന്നങ്ങളുള്ള ഷോപ്പ്. അതുപോലെ കേരളം നിറച്ച് ആർ എസ് എമ്മിൻ്റെ നമ്പർ 1 ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ വരും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2 വണ്ടർവേൾഡ് കേരളത്തിൽ വന്ന് നിങ്ങൾക്കറിയാം. അടൂർ ഗോപാൽജിയുടെ കൃഷ്ണ സ്വദേശി ആർ എസ് എം വണ്ടർവേൾഡും, അതുപോലെ കോട്ടയത്ത് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ വണ്ടർവേൾഡ് പേര് പെട്ടെന്ന് ഉപാസന വണ്ടർവേൾഡ്. ഇത്തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ അത്തരത്തിലുള്ള വണ്ടർവേൾഡ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു 200 സിറ്റികൾ ഉണ്ടാവും. അടുത്തൊരു 2-3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അത്രയധികം വണ്ടർവേൾഡ്, എല്ലാ പ്രൊഡക്റ്റും ഇഷ്ടം പോലെ കിട്ടുന്ന 10-25-30 ലക്ഷത്തിന് ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റുകൾ വരും. അത് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. എന്ത് ചെയ്യണം? നമ്മളായിട്ട് മുൻകൈ എടുത്ത് അതൊക്കെ യാഥാർത്ഥ്യമാക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് തീരുമാനമെടുക്കുന്ന ആളുകൾക്ക്, ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആർ എസ് എമ്മിന്റെ സുവർണ കാലഘട്ടത്തിലാണ് നാം എന്ന് ഓർക്കുക. TCG പറഞ്ഞത് 100-50-25 ഗ്രോത്ത്, വൈറ്റൽ എച്ച് 100% ഗ്രോത്ത്, റോയൽറ്റിക്കാർ 50% ഗ്രോത്ത്, ടെക്നിക്കൽ എച്ച് 25% ഗ്രോത്ത് മിനിമം ഓരോ മാസവും ഉണ്ടാക്കണമെന്നാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന പണി എന്താണ്? ബൈ ന്യൂ ജോയിനിങ്, പുതിയ ജോയിനിങ് കൊണ്ടുവരിക, പുതിയ ആളുകളെ ആർ എസ് എമ്മിലേക്ക് കൊണ്ടുവരിക. അതിൽ മിടുക്കുള്ള ഒത്തിരി ആളുണ്ട്, ഒത്തിരി പേര് പുതിയ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അതേ സ്ഥാനത്ത് വർഷങ്ങളായിട്ട് ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാത്ത ആളുകൾ കാണും. ഞാൻ കുറ്റം പറയില്ല, എല്ലാവർക്കും ഒരേ കഴിവല്ല. പക്ഷെ നമ്മുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും എന്തെങ്കിലും കഴിവുള്ളവരാണ്. അവരുടെ കഴിവ് കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ലീഡർഷിപ്പ് എഫക്റ്റീവ് ആവുന്നത്. ഞാൻ പറയാറുണ്ട്, ഒരു ലോറിയിൽ ഒരു ലോഡ് കല്ല് കൊണ്ടുവന്ന് ഇടുകയാണ്. എന്തിനാണ്? ഒരു കയ്യാല കെട്ടാൻ, മതിൽ കെട്ടാൻ. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്താ ഒരു ഷേപ്പും ഇല്ലാത്ത ഈ കല്ലുകൊണ്ട് എങ്ങനെയാണ് ഈ കയ്യാല കെട്ടാൻ പറ്റുക? പക്ഷേ ആ മേസ്തിരി വരും, 2 കമ്പും ഒരു കഷ്ണം കയറും ഒക്കെ കൊണ്ടുവന്ന് ഒരു ചുറ്റിയൊക്കെ കാട്ട് വരും. സഹായിയോട് പറയും, ആ കുറ്റി ഇവിടെ അടിക്കുക കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം ഓരോരോ കല്ലെടുത്തങ്ങ് വെക്കും. ആദ്യം ഒരു കല്ല് ഇവിടെ വെച്ച് പറഞ്ഞു, അവിടെ വെച്ച്, ഇവിടെ വെച്ച്, അങ്ങനെ അവസാനം ആ പണി തീരുമ്പോൾ നമ്മുടെ നോട്ടത്തിൽ എന്താ പറയുക, ഒന്നിനും കൊള്ളാത്തതായിരുന്നു പറഞ്ഞിരുന്ന കല്ലുകൊണ്ട് മനോഹരമായൊരു മതിൽ പണിത് തീർത്തിട്ടുണ്ടാവും. അവിടെ ഒരു ചെറിയ കല്ലിൻ്റെ ചീളുണ്ടെങ്കിൽ, ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് എവിടെയെങ്കിലും 2 കല്ലിനിടയിൽ അടിച്ച് കയറ്റി അതും കൂടെ ബലപ്പെടുത്തിയിട്ട് അദ്ദേഹം ചുറ്റുകയും കൊണ്ട് ഫ്രീ ആയിട്ട് പോകും. അതായിരിക്കണം ഒരു നല്ല ലീഡർ പണി. അതുപോലെ ഒരു മേസ്തിരി ആവണം. വരുന്നത് ആരാണെങ്കിലും അവരുടെ കഴിവ് അവരുടെ വളർച്ചയ്ക്കും ടീമിൻ്റെ വളർച്ചയ്ക്കും കെട്ടുറപ്പിനും ഉപയോഗിക്കത്തക്ക രീതിയിൽ അവരെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവാണ്. അതാണ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ഹിന്ദിയിൽ പറയും, ഖരാബ് ഹുവാ ഘടി ഭി ദിൻ മേ 2 ബാർ സഹി ടൈം ദിഖാത്താ ഹൈ. കേടായ വാച്ചും ദിവസം 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കും. ആ വാച്ചിന് ഇല്ല, അതിൻ്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ, 2 സൂചി മാത്രമേ ഉള്ളൂ, അതിന് ബാറ്ററി ഇല്ല, അത് മൂവ് ചെയ്യുന്നില്ല, തുരുമ്പെടുത്തിരിക്കുകയാണെങ്കിലും ദിവസം 2 പ്രാവശ്യം അത് ശരിയായ സമയം കാണിക്കും. അതുപോലെ നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ടീമിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യാൻ യോഗ്യരാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് യു വിൽ വിൻ. വളരെ ആളുടെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവേഷൻ ഓഫ് ടെർമിനേറ്റഡ് ID. ഇന്ന് വളരെ എളുപ്പത്തിൽ ഇഷ്ടം പോലെ ആൾ ചെയ്യുന്നു.
അവരെ പുതിയൊരു ഷോപ്പിലേക്ക് കൊണ്ടുവരിക, ഇതുപോലെ പുതിയ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക, പ്രൊഡക്റ്റുമായിട്ട് അവരുടെ വീട്ടിൽ പോവുക. നിങ്ങളുടെ വീട്ടിൽ നല്ല ഡിസ്പ്ലേ വാളും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവരെ കുടുംബസമേതം നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുക. അതുപോലെ വലിയ ഇവന്റുകളിൽ കമ്പനി വിസിറ്റ് അതുപോലുള്ള സന്ദർഭങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരിക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമെടുത്ത് ആർസിൽ വന്ന ആളുകൾ എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറകോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഈ ചെറിയ ആക്ടിവിറ്റീസിലൂടെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അവർ പണ്ടത്തെക്കാൾ സ്ട്രോങ് ആയിട്ട് ആർസിലേക്ക് വരും. കാരണം ഒത്തിരി ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത ആളുകൾ നമ്മൾ അറിയാതെ വന്നവരായിരിക്കും, നമുക്ക് മുൻപ് വന്നിട്ടുള്ളവരോ നമുക്ക് ശേഷം വന്നിട്ടുള്ളവരോ കൊണ്ടുവന്നിട്ടുള്ള ആളുകളായിരിക്കും, നല്ല കാലിബറുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ആളുകളായിരിക്കും, പ്രവർത്തിക്കാൻ നല്ല സാഹചര്യമുള്ളവരായിരിക്കും. പക്ഷേ ആർട്സിന്റെ ഓപ്പർച്യൂണിറ്റി അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ടെർമിനേറ്റ് ആയി പോയത്. ജസ്റ്റ് ഗൈഡ് ദം ഇൻ റൈറ്റ് ടൈം. ഇൻക്രീസ് യൂസേജ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുമ്പോൾ, പറയില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് പറയുമ്പോൾ ഹരിതസഞ്ജീവനിക്ക് നമ്മൾ കൊടുത്ത പ്രൊമോഷനാണ്. ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ജില്ലാ വൈസുള്ള ടേൺ ഓവർ എടുക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ന്യൂട്രിചാർജിന്റെ ടേൺ ഓവർ ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അതിന് കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡോക്ടർ രാജൻ സാർ കേരളത്തിലുള്ള മുഴുവൻ ടീമിനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹെൽത്ത് പ്രൊമോഷനാണ്. ഹൗ ടു ലിവ് വിത്തൗട്ട് മെഡിസിൻ, മരുന്നില്ലാതെ എങ്ങനെ ആർസിമിലൂടെ ജീവിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രൊമോഷനാണ്. സത്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇത്രയധികം ന്യൂട്രിചാർജ് ഉപയോഗം വർദ്ധിക്കാനുള്ള കാരണം. ഞാൻ പറയുന്നത് തൃശ്ശൂർ ജില്ലക്കാർക്ക് മാത്രമായിട്ടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സെഷൻ എല്ലാവർക്കും വേണ്ടി കിട്ടാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വീതം ഡോക്ടർ രാജൻ സാറും കനകകുമാരും കൂടെ കണ്ടക്ട് ചെയ്യുന്ന ആസ്ട്രോ ആൻഡ് എക്സ്പെർട്ട് എന്ന പ്രോഗ്രാം കേരളത്തിന് വെളിയിൽ നിന്ന് പോലും ആളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേര് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്? ആ പ്രോഗ്രാമിൽ നിങ്ങൾ വെറുതെ കയറിയിരുന്നാൽ മതി, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വെറുതെ കയറിയിരുന്നാൽ മതി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് എന്താ പറയുക, അടച്ച് സീൽ ചെയ്യാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് കിട്ടുന്ന അവസരം ശരിയായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇൻക്രീസ് യൂസേജ്, പ്രൊഡക്റ്റ് ട്രെയിനിങ്, എന്താ പറയുക, ഗുഡ് ഡോട്ടിന്റെ ILCT, കീസോളിന്റെ ഉഡാൻ, ന്യൂട്രിചാർജിന്റെ വീരാംഗന വീർ, ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ കൂടെ വരുന്ന ആൾക്ക് ഇത് ആര് പറഞ്ഞു കൊടുക്കും? അതിന് നിങ്ങളൊരു അച്ചീവർ ആകാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആർസിനെക്കുറിച്ച് അറിയാവുന്ന കാര്യം നിങ്ങളുടെ ടീമിലുള്ളവർക്കോ ടീമിൽ അല്ലാത്തവർക്കോ ആയിക്കോട്ടെ അസോസിയേറ്റ് ബേസിൽ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ചും ഔട്ട്ലെറ്റ് ഓണേഴ്സ്, നിങ്ങളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് യൂസേജ് കൂടുമ്പോൾ നിങ്ങളുടെ ടേൺ ഓവറാണ് കൂടുന്നത്. ഇന്ന് കേരളത്തിൽ 1% ഇൻസെന്റീവ് വാങ്ങിക്കാത്ത ഏതെങ്കിലും ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അടിയുടെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത്ര അധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ട് ഇത്ര ഡിമാൻഡ് ഉണ്ടായിട്ടും അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവര് എന്താ പറയുക, അപര്യാപ്തരാണ് അത് ചെയ്യാനായിട്ട്. സെയിൽ ആൻഡ് ഓൺലൈൻ ഓർഡർ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നിർമ്മൽ സൈനി മാഡം 50,000 BV ഇതെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ഡോക്ടർ ഹരി ചോദിച്ചു. ആൻഡ് അതുപോലെ ഇഷ്ടം പോലെ ആളുകൾ 10,000 BV ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 150-ലധികം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. എത്ര പേരാണെന്നറിയാം ഈ മാസം 10,000 BVക്ക് മുകളിൽ ചെയ്തിട്ടുള്ളവർ. വെറും 100-120 BV ചെയ്തുകൊണ്ട് ആർസിമിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ബിനുസാറെ, പണ്ട് നമ്മളെ വോളിബോൾ പഠിപ്പിച്ച ഒരു അധ്യാപനമില്ലായിരുന്നോ, ഇവിടെ ഒരു സർജൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൂടെ പന്ത് കളിക്കാൻ വരുന്ന ആള്, അദ്ദേഹം പറയും മർജ സാലെ എന്ന്. എന്നറിയോ, കളിക്കുമ്പോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ബോൾ കയ്യിൽ നിന്ന് തെറ്റിപ്പോയാൽ അദ്ദേഹം പറഞ്ഞ് ചീത്ത വിളിക്കുന്നതാണ് മർജ സാലെ എന്ന്, പോയി ചാകടാന്ന്. മനസ്സിലായില്ലേ? ഈ 100-110 BV ഒക്കെ ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളതാണ്, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളെ ചലഞ്ചിങ് പ്രൈസ് വീടിനടുത്ത് കിട്ടിയിട്ടും അത് വാങ്ങി ഉപയോഗിക്കാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം നശിപ്പിക്കുന്ന ആളോട് പോയി ചാകടാന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നോട് ആരും പിണക്കം വിചാരിക്കരുത് കേട്ടോ. ഒരല്പം എക്സൈറ്റ്മെന്റ് കൂടിയപ്പോൾ അത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ക്രോസ് ചെക്ക് യുവർ സെൽഫ്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും ആർസിമിൽ ഉൽപ്പന്നങ്ങളും ഒന്ന് നോക്കുക. ആർസിമിൽ ഉണ്ടായിട്ടും നിങ്ങൾ അതിന് പകരം മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ലഭ്യത ഇല്ലാത്തതുകൊണ്ടാണെങ്കിലും അത് മോശമാണ്. ഇന്ന് നോൺ FMCG എല്ലാം നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ഹോം ഡെലിവറിയിൽ എത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ മാസം നമ്മൾ ഇതിനെ സംബന്ധിച്ച് 4 സെഷൻ നടത്തിയിരുന്നു. ഇഷ്ടം പോലെ ആളുകൾ ഓൺലൈൻ ഓർഡർ കൊടുത്ത് സാധനം വരുത്തി. ഡ്രസ് ഐറ്റംസും ചപ്പലും കീസോൾ ഐറ്റംസും ന്യൂട്രിചാർജും ഒക്കെ ഹോം ഡെലിവറി, ഓൺലൈൻ ഓർഡർ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ഓൺലൈൻ ഓർഡർ കൊടുത്ത് വാങ്ങിയ ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഇതിനകത്ത് എത്ര പേര് നോക്കാം? നമ്മളിപ്പോൾ 714 പേരുണ്ട്. 19 പേർക്ക് ഓർഡർ വന്നു, അതുകൊണ്ട് സാരമില്ല. ഓർഡർ ചെയ്ത് വരുത്തിയ ആളുകൾ നോക്കൂ.
എനിക്ക് പല ആളുകളും ചെയ്ത് കഴിഞ്ഞിട്ട് അവരെനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് എനിക്ക് ഇത് കിട്ടി, വളരെ സന്തോഷം, ഞാനിത് മറ്റു പല ആൾക്ക് അയച്ചു കൊടുക്കുന്നത്, ഇന്ന ആള് വാങ്ങിച്ചു, നിങ്ങളും ചെയ്യൂ. പ്രൊമോട്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം നിങ്ങൾ അറിയാതെ വെക്കാനല്ല, നിങ്ങളുടെ ടീമിലും മറ്റുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കൂ. ഓൺലൈൻ ഓർഡർ ചെയ്ത് നമ്മൾ ചാലക്കുടിയിൽ ഗിരീഷ് സാറിന്റെ ടീമിന്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം നടത്തിയപ്പോൾ, അഖില മാഡം ഹോസ്റ്റ് ചെയ്ത പ്രോഗ്രാമിൽ ആർസിഎമ്മിന്റെ ഡ്രസ്സ് ധരിച്ചു വന്ന സ്ത്രീകളെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചു. എനിക്ക് തോന്നുന്നൊരു 400 പേരെങ്കിലും ഉണ്ടാവും. എണ്ണം ഞാൻ എണ്ണി നോക്കിയില്ല. ഇത്രയും സാരികൾ ആർസിഎമ്മിൽ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. തമിഴ്നാട്ടിൽ പോയപ്പോൾ രഞ്ജിത് സാറിന് പറഞ്ഞിട്ട് ആ വീഡിയോ അവിടെ നിന്ന് കാണിച്ചു. എല്ലാവരും ചോദിച്ചു, സാറേ വീഡിയോ അയച്ചു തരും. അത് കാണിച്ച ആൾക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ പറയുന്നത് ആർസിഎമ്മിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾ ആർസിഎമ്മിന്റെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യൂ. നമ്മുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്യുന്ന ഉടൻ തന്നെ അവരെ ആർസിഎമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെയൊക്കെ വീട്ടിൽ കുറഞ്ഞതൊരു 4 പേരുണ്ടാവില്ലേ? 4 പേര് സ്ലിപ്പർ ഉപയോഗിക്കുന്ന ഉണ്ടാവില്ലേ? എന്തുകൊണ്ട് ആർസിഎമ്മിന് അല്ലാത്ത ഉപയോഗിക്കണം? പൊട്ടിച്ച് കളയൂ. നാളെ തന്നെ ഓർഡർ ചെയ്യും. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ട സ്ലിപ്പർ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കളർ ആയിരിക്കില്ല, നോ പ്രോബ്ലം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈൻ ആയിരിക്കില്ല, നോ പ്രോബ്ലം. ആർസിഎമ്മിൽ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ മാറുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളതല്ല, നമുക്ക് ഇഷ്ടമുള്ളതല്ല, കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പോഴാണ് നമുക്ക് വളരാൻ പറ്റുക. സുഹൃത്തുക്കളെ, ഒരു എംറാൾഡ് ആകാൻ 880 വീടുകളിൽ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ മതി. ഇത് ഇലക്ഷന്റെ സമയമാണ്. ഇലക്ഷൻ സമയത്ത് അതിന്റെ പ്രവർത്തകർ, രാഷ്ട്രീയക്കാരൊക്കെ ഊണും ഉറക്കം ഒഴിഞ്ഞ് ഓടി നടക്കുകയാണ്. 5 വർഷത്തിൽ അവർക്ക് ആകെപ്പാടെ ശരിക്കും പണിയേണ്ടി വരുന്ന സമയം ഇതാണ്. ഈ പണി ഈ ഒരു ശുഷ്കാന്തിയോട് കൂടി നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറകൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. 880 വീട്ടിൽ 100% ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ ഒരു എംറാൾഡ് വരുമെങ്കിൽ, ഒരു എംറാൾഡും കൂടെ വരാൻ പിന്നെ 880 വേണ്ട. എത്ര വേണം? 440 വീട് മതി. 5000 PV നിർബന്ധമായിട്ടും ഒരു വീട്ടില് ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെങ്കിൽ വരും. 5000 PV ഒരു വീട്ടിൽ 100% ആർസിഎം ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെങ്കിൽ 5000 PV ജനറേറ്റ് ആവും. 4-5 മെമ്പേഴ്സ് ഉള്ള വീട്ടിൽ വളരെ നിസ്സാരം ആർസിഎം PV ഉള്ളൂ. അവർക്ക് ആർസിഎമ്മിന്റെ വരുമാനം കിട്ടുന്നുണ്ട്. അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? നമുക്കതിനെ ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ സാറേ, അതിന്റെ മലയാളം എന്താണ്? ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായം നോക്കാൻ നമ്മൾ ദൈവമല്ലല്ലോ, നമ്മൾ ജഡ്ജി അല്ലല്ലോ. പറഞ്ഞു പോയിന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ലോയൽ ആയിരിക്കണം, ട്രൂ, ട്രാൻസ്പെറന്റ് ആൻഡ് ഓണസ്റ്റ്. ആർസിഎമ്മിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, ആ വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ആർസിഎമ്മിലെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ടീമിലുള്ളവർ ഉപയോഗിക്കുന്നുണ്ടാണ്. ആർസിഎമ്മിലുള്ള ഒരു ഉൽപ്പന്നം ആവശ്യമില്ലാത്തില്ല, ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ എനിക്കിഷ്ടമില്ലെങ്കിലും എൻ്റെ ടീമിലുള്ള കുറേ ആളുകൾ ഉപയോഗിക്കുന്നുകൊണ്ടാണ് എനിക്ക് വരുമാനം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഇഷ്ടത്തിനായിരിക്കരുത് പ്രാധാന്യം കൊടുക്കുന്നത്, ആർസിഎമ്മിന്റെ ഉൽപ്പന്നത്തിനായിരിക്കണം. അങ്ങനെ ഉൽപ്പന്നത്തിനെ എൻ്റേതാക്കി സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളുടെ വളർച്ച ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അവരുടെ ക്വാളിറ്റി പ്രശ്നമല്ല, അവരുടെ പ്രായം പ്രശ്നമല്ല, അവരുടെ വിദ്യാഭ്യാസ പ്രശ്നമല്ല. അതാണ് നാരായണൻ പറയുന്നത്, ആർസിഎമ്മിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഓക്കെ, ടാർഗറ്റ്സ്, എന്ത് ടാർഗറ്റ് പറഞ്ഞാലും ഏറ്റെടുക്കുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകളെ കമ്പനി ആവട്ടെ, ലീഡേഴ്സ് ആവട്ടെ, സിസ്റ്റം ആവട്ടെ തരാറുള്ളൂ. പിന്നെ ഗ്രോത്തിന് സഹായിക്കുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്ന എഫക്റ്റീവ് മാർഗമാണ് ഓപ്പണിംഗ് ഓഫ് POS. ഓരോ ഔട്ട്ലെറ്റിലെ ഓപ്പണിംഗ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന എല്ലാ ഷോപ്പുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? ചില ആളുകൾ ചോദിക്കും, എത്ര ഷോപ്പാണ് ഇതെല്ലാം, ഇതൊക്കെ നന്നായിട്ട് നടക്കുമോ? നടത്തും. നടത്താൻ അവർ തീരുമാനിക്കണം, അവർ പഠിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ കഴിവുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഷോപ്പ് തുടങ്ങാൻ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ അമിതാവേശം കൊണ്ട് കാര്യങ്ങൾ പഠിക്കാതെ ചെയ്താൽ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ അത് തിരിച്ചറിയാൻ അവർക്ക് പറ്റണം.
ആർ എസ് എമ്മിന്റെ ഷോപ്പ് ഒരിക്കലും ഒരു ട്രഡീഷണൽ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയല്ല. എന്നാലും ട്രഡീഷണൽ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഡിസൈൻ എന്താണ്? ആ ഷോപ്പ് ഒരു ഔട്ട്ലെറ്റ്, POS, പോയിന്റ് ഓഫ് സെയിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്ത ടീം ഉണ്ടാക്കാനുള്ള ഒരു ഉത്തോലകമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. യൂസ് ഇറ്റ് ആസ് എ ടൂൾ. കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ കമന്ന് കിടന്ന് കയറും ബക്കറ്റും കൊണ്ട് വെള്ളം കോരിയെടുക്കുന്നത് പ്രയാസമാണ്. ആ സ്ഥാനത്തൊരു കപ്പി ഉണ്ടെങ്കിലോ എളുപ്പമല്ലേ? അത് തന്നെയാണ് ആർസിമിന്റെ ഔട്ട്ലെറ്റ്. വളരെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു അവസരം കിട്ടാറുള്ളൂ. 32 കോടിയോളം ടേൺ ഓവർ നടക്കുന്ന എൻ്റെ ടീമിൽ കഷ്ടിച്ചൊരു 2000-ഓളം ഔട്ട്ലെറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ 1.5% കൂടുതൽ ഇൻസെന്റീവ് വാങ്ങിക്കുന്ന 10-15% ഉണ്ടെങ്കിൽ ബാക്കി 85% ആൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഒന്ന്, അവരുടെ ലാക്ക് ഓഫ് ഇൻവെന്ററി കുറവാണ്. 2, അവരുടെ ഡീലിംഗ് ശരിയല്ല. നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടും നല്ല ഷോപ്പുകൾ ഉണ്ടായിട്ടും അവരുടെ ടേൺ ഓവർ നടക്കുന്നില്ലെങ്കിൽ അതിന് കാരണം അവരുടെ ഡീലിംഗ് ശരിയല്ല. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളെങ്കിലും അവർക്ക് ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ വളരെ നല്ല രീതിയിലാണെങ്കിൽ ഒരു ടേൺ ഓവർ വലിയ രീതിയിൽ നടക്കും. 2.25 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉള്ള ഒരു കടയ്ക്ക് 6-7 ലക്ഷത്തിന്റെ ടേൺ ഓവറാണ്. അൺബിലീവബിൾ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ടീം പരിഗണനയും കൂടാതെ ആവശ്യമുള്ളിടത്ത് സാധനം എത്തിച്ചു കൊടുത്തും വളരെ ഫ്രണ്ട്ലി റിലേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചില സ്ഥലങ്ങളിൽ സാധനം വാങ്ങിക്കാൻ ചെല്ലുന്ന ആളുകളോട് നല്ല രീതിയിൽ ഇടപെടുന്നില്ല, നല്ല സർവീസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതികൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകൾ നിലനിൽക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസൈൻ അനുസരിച്ച് ആവുന്നില്ലെങ്കിൽ, ലീഡേഴ്സിന്റെ കണ്ണവിടെ വേണം. എവിടെയാണ് പ്രശ്നം? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ ഉടൻ തന്നെ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കിൽ ദ ഫയർ ബിഫോർ ഇറ്റ് കിൽസ് യു. ഒരു ചെറിയ തീപ്പൊരി കാണുമ്പോൾ അതിനെ നിഗലക്റ്റ് ചെയ്യരുത്. അത് നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് അതിനെ നിങ്ങൾ അണയ്ക്കുക. ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ഓപ്പണിംഗ് ഓഫ് ഔട്ട്ലെറ്റ്സ് നമുക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ആൻഡ് ഇത് ഊണിലും ഉറക്കത്തിലും പറയാൻ നമ്മുടെ കൂടെ വരുന്ന ഓരോ അസോസിയേറ്റ് ബയേഴ്സിനെയും പ്രാപ്തരാക്കണം. വാട്ട് ഈസ് കൺസിസ്റ്റൻസി? ഞാൻ പറയാൻ കാരണം അറിയോ, ഇതറിയത്തില്ലാത്തത് കൊണ്ട് ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം കണ്ട് എനിക്ക് വിഷമം ഉണ്ടാവാറ്. 100 മുതൽ 1499 വരെ PV 6 മാസം ചെയ്താൽ ടോട്ടൽ PVയുടെ 12%. അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു മാസത്തെ ഏറ്റവും കൂടിയ PV എത്രയാണെങ്കിലും 2500 കൂടുതൽ ചേർക്കില്ല. ആ 12% പ്രൊഡക്റ്റ് കിട്ടാൻ അർഹതയുണ്ട്. സുഹൃത്തുക്കളെ, വാങ്ങിക്കുന്ന മാസം 1300 വാങ്ങിച്ചു, അടുത്ത മാസം 800 വാങ്ങിച്ചു, അതിനടുത്ത മാസം 600 വാങ്ങിച്ചു, അതിനടുത്ത മാസം 83 വാങ്ങിച്ചു. വെറും 83. വീണ്ടും അടുത്ത മാസങ്ങൾ അദ്ദേഹം വാങ്ങിക്കുകയാണ്. ഈ 83 വാങ്ങിച്ചാൽ കിട്ടുക എന്നുള്ള കാര്യം അദ്ദേഹത്തോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കടക്കാരനും പറയുന്നില്ല, അദ്ദേഹത്തെ ആർസിമിലേക്ക് കൊണ്ടുവന്ന ആളും പറയുന്നില്ല, അവരുടെ ലീഡേഴ്സും പറയുന്നില്ല. കുറ്റം എൻ്റേതാണ്. ഗൽത്തി മേരാഹെ. ഞാൻ ഉൾപ്പെടുന്ന ലീഡേഴ്സിന്റെ കുരുത്തക്കേടാണ് അത് പറഞ്ഞു കൊടുക്കാത്തത്. എത്ര സ്ഥലങ്ങളിൽ പറയുന്നു. ആർസിമിന്റെ കൺസിസ്റ്റൻസി പ്ലാൻ വന്നപ്പോൾ അതിന്റെ പോസ്റ്റ് ഉണ്ടാക്കി കേരളത്തിലുള്ള ഷോപ്പുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തു. അടുത്ത മാസം കമ്പനി അതിന്റെ പ്ലാൻ വീണ്ടും മാറ്റി. രണ്ടാമത് നമ്മൾ പ്രിന്റ് ചെയ്തില്ല. ഇത് സാർവത്രികമായിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവയ്ക്കുന്നു. പല ഷോപ്പുകളിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പലരും മറന്നുപോകുന്നു. 1500, 2500, 5000 ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ കുറഞ്ഞു പോകുന്നു. കുറഞ്ഞു പോയാൽ എന്താണ് പരിഹാരം? പറഞ്ഞു കൊടുക്കണം. 1500 മുതൽ 5000 വരെയുള്ള ലെവലുള്ളവർക്ക് കുറവ് വന്നതിന്റെ ഇരട്ടി അടുത്ത മാസം ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്താൽ കുറവ് പരിഹരിക്കപ്പെടും. 5000 ചെയ്യുന്ന ആൾ ഒരു മാസം 500 മാത്രമേ ചെയ്തുള്ളെങ്കിൽ അടുത്ത മാസം ആ മാസത്തെ 5000-നോടൊപ്പം 4500-ന്റെ ഇരട്ടിയായ 9000 കൂടി ചെയ്ത് 14000 ചെയ്താൽ എല്ലാ മാസവും 5000 ചെയ്യുന്ന ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. 100 മുതൽ 1499 വരെ ചെയ്യുന്നിടത്ത് ഈ പറയുന്ന 883 PV ചെയ്ത ആൾക്ക് അദ്ദേഹം ആ മാസം പർച്ചേസ് ചെയ്തില്ല എന്ന് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം 1500 PV ചെയ്താൽ മതി. ചിലപ്പോൾ ഓട്ടോമാറ്റിക് നടക്കും. കാരണം 83 മേടിച്ച് അടുത്ത മാസം 1600 അദ്ദേഹം യാദൃശ്യമായിട്ട് വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് കിട്ടും. പക്ഷെ ഇത് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. അപ്പോൾ ആദ്യത്തെ സ്ലാബിൽ മുടങ്ങുകയോ കുറഞ്ഞു പോവുകയോ ചെയ്താൽ 1500 PV ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് കോമ്പൻസേറ്റഡ് ആവും. 1500 മുതൽ 5000-ൽ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം. അതിന് മുകളിലേക്കുള്ളതിന് കോമ്പൻസേഷന് ഓപ്ഷൻ ഇല്ല. 10000, 25000, 50000 ചെയ്യുന്ന ആൾക്ക് കോമ്പൻസേഷൻ ചെയ്യാനുള്ള അവസരമില്ല. ഈ 3 സ്ലാബിലും അവർക്ക് അഡീഷണൽ ആയിട്ട് പൈസയും കിട്ടും. 10000 PV 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപ, 25000 ചെയ്താൽ 12500 രൂപ, 50000-ഓ അതിൻ്റെ ഗുണിതങ്ങളോ ചെയ്താൽ ഈ 5000 രൂപയുടെ പ്രൊഡക്റ്റിനോടൊപ്പം
30,000 രൂപയും കിട്ടും. ഇങ്ങനെ വാങ്ങിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് അവസരം ചിലർക്ക് വേണ്ടി മാത്രമായിട്ടല്ല, ആർസ്യം എല്ലാവർക്കും വേണ്ടിയാണ് തരുന്നത്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ഇതിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഈ തീച്ചൂളയിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ, മുതിർന്നവർ പറഞ്ഞാൽ അവർ കേൾക്കില്ല. ചെറുപ്പക്കാർക്ക് അത് പറയാൻ അവസരവുമില്ല. അവർ കാണുന്നത് മുഴുവൻ ഇന്നത്തെ പ്രശ്നങ്ങളിലൂടെ നീറുന്ന ആളുകളെയാണ്. അതുകൊണ്ട് അവരവരുടേതായ സ്വന്തം വഴി കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത് കാണാതെ പോകാനിടയാവും. അവിടെയാണ് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ പ്രസക്തി. ബിൽവാരിൽ മെയ് 24 നടക്കാൻ പോകുന്ന പ്രോഗ്രാം ആദ്യമായിട്ടാണ് ബിൽവാരിൽ നടക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളെ മുഴുവൻ ആ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുപ്പിക്കുക. അതുപോലൊരു പ്രോഗ്രാം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ ഇവിടെ നടത്താൻ പറ്റിയിട്ടില്ല. നമ്മളും ഒരുപക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് 3 നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് 4ാമത്തെ പ്രോഗ്രാം ബിൽവാരിൽ തന്നെ നടത്തണമെന്ന് ആണ് സൗരഭ് പ്രസാദ് ആഗ്രഹിച്ചത്. അതങ്ങനെ എല്ലാവരും എന്താ പറയുക ഐകകണ്ഠ്യേന അത് സമ്മതിച്ചു, തീരുമാനിച്ചു. മെയ് 24 ബിൽവാരിൽ നടക്കുന്നു. ചരിത്രപരമായൊരു പ്രോഗ്രാം ആയിരിക്കും. ഇഷ്ടം പോലെ പ്രൊഫഷണൽസ്, ചെറുപ്പക്കാര്, വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്തിരുന്നവരൊക്കെ അത് വേണ്ടെന്ന് വെച്ച് ആശ്രമത്തിലേക്ക് വന്നിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഉയർന്ന വലിയ ലെവലിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. PhD ചെയ്തുകൊണ്ടിരിക്കുന്ന മധുസുദീപുള്ള ആളുകൾ ഇന്ന് സ്റ്റാർ എംബ്രാളായിട്ട് 2.5 ലക്ഷത്തിന്റെ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ആർസിമിൽ നിൽക്കുന്ന കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് മനസ്സിലാവും, അവരുടെ കണ്ണു തെളിയും. അപ്പോൾ ഇത് സാന്ദർഭികമായിട്ട് ഇതിനോട് പറഞ്ഞതേ ഉള്ളൂ. ഈ മാസത്തെ ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ തീർച്ചയായിട്ടും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ച് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ ചരിത്രപരമായ നേട്ടത്തിൽ എൻ്റെയും ഒരു പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇനിയും 10,000 PV സ്വന്തം ഐഡിയയിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഈ മാസം ഞാൻ എൻ്റെ ബെസ്റ്റ് പുറത്തെടുത്തു എന്ന് അഭിമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കുറഞ്ഞത് 10,000 PV. ഞാൻ പറഞ്ഞത് അത്രയെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ, ഇത്രയും സെഗ്മെന്റുകൾ, ഇത്തരം പ്രൊഡക്റ്റും ഇത്തരം ലീഡേഴ്സും ഇത്ര എഫക്റ്റീവായിട്ട് ടീമും കൂട്ടായ്മ ഉണ്ടായിട്ട് ഈ മാസം ഒരു 10,000 PV എങ്കിൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളോട് എന്താ പറയുക നീതി പുലർത്തിയില്ല എന്നേ ഞാൻ വിശ്വസിക്കൂ. ഏതായാലും വളരെ സന്തോഷം. ഇത്രയും ആളുകൾ ഇപ്പോഴും വളരെ ഉത്സാഹത്തോടു കൂടി ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. പക്ഷേ സീഡ്സ് പറയുന്നത് അല്ലേ, ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം. ഒത്തിരി ഉറക്കം കൊഴിഞ്ഞുള്ള കളിയൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യമാണ് പ്രധാനം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോട് ഉറച്ച തീരുമാനത്തോടു കൂടി നമുക്ക് ഉറങ്ങാൻ കഴിയണം. എല്ലാവർക്കും ആർസിമിയുടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ ആർസി.